Opening Hours with MyFin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ഹൗസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സർ. ഹാപ്പി മോർണിംഗ് നിഖിൽ. ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ് മാർക്കറ്റിന് ലഭിച്ചിരിക്കുന്നത്. എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെയായിരുന്നു പ്രീ മാർക്കറ്റിലും മറ്റൊക്കെ ഉണ്ടായിരുന്ന അതേ പ്രകടനം തന്നെ തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഗ്ലോബലി വരുന്ന ക്യൂസൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ അവസാനത്തെ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രകടനം രേഖപ്പെടുത്തിയെങ്കിലും US ഫ്യൂച്ചേഴ്സും മറ്റൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് നിലവിൽ ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നോക്കുകയാണെങ്കിൽ നിലവിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് സംബന്ധിച്ചിടത്തോളം ഉള്ള അനിശ്ചിതത്വം വീണ്ടും കടന്നു വരുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ക്രൂഡ് ഓയിൽ പ്രൈസസിലൊക്കെ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. ഏകദേശം ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ തന്നെ 80 താഴോട്ടേക്കൊക്കെ തന്നെ പോയിരുന്ന ക്രൂഡ് ഓയിൽ പ്രൈസ് നിലവിലിപ്പോൾ ബ്രന്റ് ക്രൂഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1% മുകളിലേക്ക് എത്തിക്കൊണ്ട് ഏകദേശം $84 പെർ ബാരൽ എന്ന് പറയുന്ന ഒരു നിരക്കിലേക്ക് എത്തുന്നു. WTI ക്രൂഡ് നോക്കുകയാണെങ്കിൽ 2% മുകളിലുള്ള ഒരു വർധനമാണ് WTI പ്രൈസസിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. US ട്രഷറി ബോണ്ടിൻ്റെ ഒക്കെ തന്നെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 10-year ട്രഷറി ബോണ്ട് ഏകദേശം 4.6% ആയിട്ടും 30-year ട്രഷറി ബോണ്ട് നോക്കുകയാണെങ്കിൽ 5.2% ആയി എന്നുള്ള ഒരു നിരക്കിലൊക്കെ തന്നെയാണ് നിലവിലിപ്പോൾ ഗ്ലോബലി വരുന്ന ഒരു ക്യൂസ്. അതുകൂടാതെ US നിന്ന് വന്നിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞെങ്കിൽ നിലവിലിപ്പോൾ ഒരു പുതിയ ഒരു നിയമം പാസ്സായിരിക്കുന്നു. ലിൻസിയോ ഗ്രഹാം സാങ്ഷൻ റഷ്യ ആൻഡ് ഇറാൻ ആക്ട് ഓഫ് 2026 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമമാണ് പാസ്സായിരിക്കുന്നത്. അതായത് റഷ്യയും മറ്റും ഇറാനെയും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം എന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഇന്ത്യയുടെ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴും എനർജിയുടെയും മറ്റൊക്കെ ആവശ്യത്തിന് റഷ്യയുമായിട്ടുള്ള ഒരു ട്രേഡിംഗ് പാർട്ട്ണർഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ ഈ ഒരു നിയമത്തിൽ പറയുന്നത് റഷ്യയും ഇറാനുമൊക്കെ ആയിട്ട് ബന്ധം വെൽക്കുന്ന രാജ്യങ്ങളുടെ മുകളിൽ 100% താരിഫ് വരെ ചുമത്താനുള്ള അധികാരം US പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ കൈകളിലേക്ക് കൊടുക്കുന്ന ഒരു നിയമമാണ് നിലവിലിപ്പോൾ പാസ്സായിരിക്കുന്നത്. നിലവിലെ ഈ ഒരു നിയമത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് പരിശോധിക്കുകയാണെങ്കിൽ US സെനറ്റ് നിലവിൽ ഇതിപ്പോൾ പാസ്സാക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലേക്ക് അയക്കണം. അത് കഴിഞ്ഞിട്ടായിരിക്കും US പ്രസിഡൻറ്റിൻ്റെ അവസാന തീരുമാനം ഉണ്ടാവുക. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വേണ്ടി വന്നാൽ ഒരു 100% വരെയുള്ള ഒരു താരിഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളൊരു കാര്യം നിലവിലിപ്പോൾ മാർക്കറ്റിൽ നടന്നിരിക്കുന്നു എന്നതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ 100%ആണോ എത്രത്തോളമാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മാർക്കറ്റ് വീണ്ടും ചെറുതായിട്ട് അൺസർട്ടൈനായിട്ട് വരുന്നു. എന്താണ് ഈ ആഴ്ചയുടെ തുടക്കത്തിലുള്ള ഒരു ടേക്ക്? ആദ്യം തന്നെ ഹാപ്പി മോർണിംഗ് വ്യൂവേഴ്സ്. ബ്രാൻഡ് ന്യൂ ഡേ ആൻഡ് ബ്രാൻഡ് ന്യൂ വീക്ക് അല്ലേ. ഇതിനകത്ത് എനിക്ക് ആദ്യം തന്നെ എന്ത് പറയേണ്ടത് വെച്ചാൽ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസമാണ്. ഇൻഫാക്ട് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ലേ പറയുന്നത്, ലാസ്റ്റ് വീക്ക് അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മൈഫിൻ്റെ 2 പ്രേക്ഷകർ ഹാദി മുഹമ്മദ് സഹലും രണ്ടുപേരും കോഴിക്കോട് നേറ്റീവ്സാണ്. അവർ ആക്ച്വലി എന്നെ കാണണമെന്ന് പറഞ്ഞത്, അതായത് മൈഫിൻ്റെ നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സിൻ്റെ ഷോ ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാലോ ഈ വെള്ളിയാഴ്ച രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ സ്കൂളും കോളേജും ഒക്കെ അവധി പ്രഖ്യാപിച്ചു. നല്ല രീതിയിൽ മഴയാണ്. അപ്പോൾ എന്നെ പലപ്പോഴായിട്ട് മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച വരണോ എന്നുള്ളതൊന്ന് ആലോചിക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നല്ല രീതിയിൽ മഴയുണ്ടെന്ന് വെച്ചപ്പോൾ അവിടുന്ന് എനിക്കൊന്ന് മെസ്സേജ് എന്താണെന്നറിയോ, സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ ഞങ്ങൾ വരാത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളെ നോക്കേണ്ട കാര്യമില്ല, സാറിന് കറക്റ്റായിട്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള വർക്ക് കഴിഞ്ഞ് ഏതാണ്ട് 4:30 4:45 കൂടിയാണല്ലോ നമ്മൾ ഒരു ദിവസം ഫ്രീ ആവുന്നത്. അതിനുശേഷം അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നല്ലൊരു രീതിയിലുള്ളൊരു ഡിസ്കഷൻ നടത്തി. ഏതാണ്ട് 5 മണിക്കൂറോളം ഞങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്ത് ഏതാണ്ട് അവർ രാത്രിയോളം, എനിക്കൊന്ന് വളരെ ലേറ്റായിട്ട് 10 മണി കഴിഞ്ഞാണ് ഞങ്ങൾ പിരിഞ്ഞത് പോലും. അത് കഴിഞ്ഞ് അവർ തിരിച്ച് കാലിക്കറ്റ് അതേ ദിവസം തന്നെ പോയി. എനിക്കൊരു 3:30-4 മണി ആയപ്പോഴത്തേക്കും വെളുപ്പിന് അവരവിടെ എത്തി എന്ന് പറഞ്ഞ് മെസ്സേജ് കിട്ടും. 2 യങ്സ്റ്റേഴ്സ് എന്തോരം ഡെഡിക്കേഷൻ, എന്തോരം ഫോക്കസോടുകൂടി, എന്തോരം റെസ്പെക്റ്റോടു കൂടിയാണ് അത് വന്നതെന്നുള്ളതും. അവർക്ക് നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആണ് രണ്ടുപേരും. ഈ പറയുന്ന പോലെ CA ഒക്കെ ഏതാണ്ട് പഠിച്ച് പലരും ഫിനിഷ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഇത്രയും പെയിൻ എടുത്ത് ട്രാവൽ ചെയ്ത് ഇതേപോലുള്ള ഒരു ഹെവി മൺസൂൺ സമയത്ത് വന്ന് ഇവിടെ ഇരുന്ന് 5 മണിക്കൂർ അവർ എൻ്റെ കൂടെ ഇരുന്ന് ചിലവാക്കി. അവർക്കറിയാവുന്ന സംശയങ്ങൾ കംപ്ലീറ്റ് ചോദിച്ച് അവർ തിരിച്ചു പോയാൽ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊരു ഏറ്റവും വലിയ ഗുരുദക്ഷിണയായിട്ട് ഞാൻ കണക്കാക്കണോ എന്നുള്ളതാണ്. ഏതായാലും ഹാദിക്കും മുഹമ്മദ് സഹലിനും എൻ്റെ എല്ലാവിധ ബ്ലെസ്സിങ്സും. ഞാനിത് എന്തുകൊണ്ട് ഇത് എടുത്ത് പറയുന്നത് വെച്ചാൽ അത്രമാത്രമാണ് ചിലവർ ഈ ഇക്വിറ്റി മാർക്കറ്റിന് കൊടുക്കുന്ന ആ ഗുരുത്വം അല്ലെങ്കിൽ ആ ഇമ്പോർട്ടൻസ് ഫോക്കസ്. പലരും ഇതിനെ തമാശപരമായിട്ട് വലിയ വിലയില്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ അവരതിന് കൊടുത്തിരിക്കുന്ന വിലയെ ഞാൻ വലിയ രീതിയിൽ ഞാൻ വില മതിക്കുന്നു. ഇൻഫാക്റ്റ് ആ പ്രായത്തിലൊന്നും ഞാനൊന്നും ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ റെക്കഗ്നിഷൻ, ഇന്ത്യയിൽ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ ആവശ്യം,
കമ്പനികളുടെ മുന്നോട്ടുള്ള പോക്ക്, അവരുടെ ഓരോ ചോദ്യങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, വളരെ ഇൻ്റലിജൻറ്റും ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവരുടെ ഏജിനെക്കാട്ടിലും വളരെ മെച്യൂറോട് കൂടിയാണ് അവർ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചത്. ഏതായാലും എൻ്റെ ബ്ലെസ്സിങ്സും സപ്പോർട്ടും എന്നും അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്നെ ഇവർ മാത്രമല്ല കേട്ടോ, പലപ്പോഴും പലരും വന്നിരുന്നു. ഇന്നാൾ സുരൂർ എന്ന് പറയുന്ന ട്രിവാൻഡ്രത്ത് എന്ന് പറയുന്ന നമ്മുടെ ഒരു വ്യൂവർ എനിക്കന്ന് ഇപ്രാവശ്യം വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല, ഞാൻ സ്ഥലത്തില്ലാതെ ആയിപ്പോയി എന്നുള്ളതാണ്. അതിനുമുമ്പ് ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇതേപോലെ പലരും നമ്മളെ വന്ന് മീറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മീറ്റ് ചെയ്യാം. നിങ്ങളുടെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മുടെ കുറേ എക്സ്പീരിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാമല്ലോ. ഞാൻ ആ കുട്ടികളോട് പറയുകയും ചെയ്തു, ചിലപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാനായിരിക്കും പഠിക്കുന്നത്. കാര്യം ഇൻ്ററാക്ഷൻ, നെറ്റ്വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഏതായാലും അതെനിക്ക് വളരെ സന്തോഷകരമായുള്ളൊരു എന്താ പറയുക, ഒരു നിമിഷമായിട്ട് ഞാൻ ഇന്നും കരുതുന്നു. വളരെ പ്രൗഡും പ്രിവിലേജ്ഡും ഓണേർഡുമായിരുന്നു എന്നുള്ള. അത് മാത്രമല്ല, ഞങ്ങൾ അവിടെ ഇരുന്ന് പിരിഞ്ഞതെന്നറിയോ, സ്റ്റാർബക്സിൽ ഇരുന്നാണ് ഞങ്ങൾ സംസാരിച്ചത്. ഇതും ടാറ്റ കൺസ്യൂമറിൻ്റെ പ്രോഡക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ. അതായത് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ എന്താ, നിങ്ങളുടെ കാഴ്ചകളിൽ നിന്നും നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളിലും ഒരു സ്റ്റോക്ക് ഐഡിയ ഉണ്ട്. നിങ്ങൾ ഇവിടുന്ന് 100 മീറ്റർ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് ഐഡിയ കിട്ടിയിരിക്കും എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോമൺ സെൻസ് ഇൻവെസ്റ്റിംഗ് ആണ് നമ്മളെന്നും ഈ പറയുന്ന പോലെ എന്താ പറയുക, ഓപ്പണിംഗ് അവേഴ്സിൽ കൂടി നമ്മളൊരു ന്യൂസ് കിട്ടുമ്പോൾ പ്രേക്ഷകരെ മുന്നിലേക്ക് അവതരിപ്പിച്ചതെന്നുള്ളത്. ഏതായാലും അത് അവിടെ ഇരിക്കട്ടെ. അത് സന്തോഷകരമായിട്ടുള്ള കാര്യം. വെള്ളിയാഴ്ച അവർ വന്നത് ഞാൻ എടുത്തെടുത്ത് പറയുന്നു എന്ന് മാത്രം. പിന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. കൺഫ്യൂഷൻസ് ആണെങ്കിലും ഒരു കൺസോളിഡേറ്റിംഗ് ഫേസിൽ കൂടെയാണ് പോകുന്നത്, ബട്ട് വിത്ത് എ പോസിറ്റീവ് ബയസ്. അതായത് നെഗറ്റീവായിട്ടൊന്നും മാർക്കറ്റിൽ ഇപ്പോൾ ഒന്നും കാണാനില്ല. എന്നാൽ മാർക്കറ്റിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. പിന്നെ അത് മാത്രമല്ല, മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഈ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടല്ലോ, അത് വളരെ പ്രോബ്ലമാറ്റിക് ആയിരുന്നല്ലോ നമുക്കൊരു പതിവ് വരെ. പക്ഷേ നമുക്ക് ഇന്ന് ഈ വീക്ക് തുടങ്ങും തോറും നമുക്ക് മനസ്സിലായത് മാർക്കറ്റ് പൊതുവെ അതിനോട് പൊരുത്തപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ നിഫ്റ്റി 40 പോയിൻറ്റ്സ് ഡൗൺ ആണ്. 40 പോയിൻറ്റ്സ് ഡൗൺ ആയപ്പോൾ ഏതാണ്ട് ഞാൻ ഇന്ന് നോക്കുമ്പോൾ സെൻസെക്സ് 130 പോയിൻറ്റ്സ് ഡൗൺ ആണ്. അതായത് ഏതാണ്ട് ആ 3.5 എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ച ഈ പറയുന്ന പോലെ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ അഥവാ ക്യാസ് കാരണം വലിയ രീതിയിൽ കൺഫ്യൂഷൻ ആയിരുന്നു. നിഫ്റ്റിയും സെൻസെക്സും തമ്മിൽ ഭയങ്കര ഒരു ഡൈവേർജൻസ് ഉണ്ടായിരുന്നു എന്നുള്ള നമ്മൾ പറഞ്ഞു. ഈ ക്യാസ് വരുന്നതിന് മുമ്പ് നിഫ്റ്റിയുടെ ലെവൽ 40 എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് നോക്കിയാൽ, അങ്ങനെ ഒരു കണക്കില്ലെങ്കിൽ പോലും 3.5 ടൈംസ് ആയിരിക്കും സെൻസെക്സ്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പം 40, നേരെ നോക്കുമ്പോൾ 130 സെൻസെക്സ് വരുന്നത് എന്നുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഹാസ് കം ടു ടേംസ് വിത്ത് ഇറ്റ്. കഴിഞ്ഞ ആഴ്ച എന്താ പറയുക, ഒരു ടീത്തിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, മാർക്കറ്റിൽ എക്സ്പയറി ഉണ്ടായിരുന്നു. ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അതിനെ ഗൈഡ് ചെയ്തത് എന്നുള്ളത് ഒരു വശം. രണ്ടാമത്, ഇനി നമ്മുടെ ഏർണിങ്സിൻ്റെ കാര്യത്തിൽ Q1 ഏർണിങ്സിൽ ഇനി ഫൈനൽ സെറ്റ് ഓഫ് ഏർണിങ്സ് വരാനുണ്ട്. എനിക്ക് തോന്നുന്നു 2000-ഓളം കമ്പനീസിൻ്റെ വരാനുണ്ട്. ഈ ആഴ്ച ടാറ്റ മോട്ടോഴ്സൊക്കെ വരുന്നുണ്ട്. അതായത് ഒരുപാട് വലിയ കമ്പനികളുടെ വരാനുണ്ട് എന്നുള്ള. ഇതുവരെ വന്ന റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിന് സങ്കടം വരേണ്ട ഒരു കാര്യവും വന്നിട്ടില്ല. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഭേദപ്പെട്ട രീതിയിലാണ് Q2 വന്നിരിക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി മാർക്കറ്റിനെ സംബന്ധിച്ച് എന്തൊക്കെയായിരിക്കാം ഇനി ആഴ്ച മുന്നോട്ട് പോകുമ്പോൾ, ഈ ആഴ്ച ശരിക്കും നമ്മൾ നോക്കുമ്പോൾ US-ലെ ജോബ് ഡേറ്റ, US-ൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റയൊക്കെ ആയിരിക്കും ഇനി മാർക്കറ്റിൽ ഗ്ലോബൽ ഫണ്ട് ഫ്ലോനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. എനിക്ക് മനസ്സിലാവുന്നത് ജൂലൈ ഡേറ്റ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 12 US-ൽ വരും എന്നുള്ളതാണ്. അതുമാത്രമല്ല PPI ഡേറ്റ ഓഗസ്റ്റ് 13, പിന്നെ റീറ്റെയിൽ സെയിൽസിൻ്റെ ഡേറ്റ ഓഗസ്റ്റ് 14 വരെ. അപ്പോൾ ഇത്രയും ജോബ് ഡേറ്റ, റീറ്റെയിൽ സെയിൽസ് ഡേറ്റ, PPI ഡേറ്റ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് US-ൽ ഇനി അടുത്ത FOMC മീറ്റിങ്ങിൽ ഒരു റേറ്റ് കട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു റേറ്റ് പോസിൻ്റെ അല്ലെങ്കിൽ റേറ്റ് റിഡക്ഷൻ്റെ എന്തോ ആവട്ടെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കാം ട്രാജക്ടറി എന്നുള്ളതിന് ഈ പറയുന്ന ഡേറ്റ US-ൽ ഇനി വരാൻ പോകുന്ന 12-ാം തീയതി, 14-ാം തീയതി, 13-ാം തീയതിയൊക്കെയുള്ള ഡേറ്റാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നു എന്നുള്ള. ഏതാണ്ട് നമ്മുടെ ഇവിടെ എക്കണോമിസ്റ്റുകൾ ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ്റെ കാര്യത്തിലും ഈ പറയുന്ന പോലെ നമുക്ക് കാര്യങ്ങൾ അറിയണം. പൊതുവെ എക്കണോമിസ്റ്റുകളെല്ലാവരും വിചാരിക്കുന്നത് ഏതാണ്ട് CPI ഡേറ്റ 4.5% ഫോർ ജൂലൈ, അതായത് ജൂണിൽ 4.38%-ൽ നിന്നും ചെറിയ ഒരു ഉയർച്ച. കാര്യം അതിനുശേഷം ഈ പറയുന്ന പോലെ മൺസൂണിൻ്റെ കാര്യവും മൺസൂണിൻ്റെ ഡെഫിസിറ്റും അതുപോലെ അത് ഓയിൽ പ്രൈസ് റൈസും ഒക്കെ കൂടെ വന്നപ്പോൾ കുറച്ച് റോ മെറ്റീരിയൽ പ്രൈസും ഒക്കെ കൂടി കയറിയപ്പം മിക്കവാറും ചെറിയ തോതിൽ 4.38%-ൽ നിന്നും ഇന്ത്യയിൽ CPI ഡേറ്റ 4.5-ലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ള. അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു ജൂലൈ 24-ൽ എൻഡ് ചെയ്യുന്നൊരു ഡേറ്റയുണ്ട്.
ഇത് ഓഗസ്റ്റ് 14 വരുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ബാങ്കുകളുടെ ലോൺ ഗ്രോത്ത് എത്രയാണ്, ഡെപ്പോസിറ്റ് എത്രയാണ് എന്നൊക്കെ ഉള്ളൊരു ഡേറ്റ. അതായത് എനിക്ക് തോന്നുന്നു ജൂലൈ 24 വരെയുള്ള ഡേറ്റ ഓഗസ്റ്റ് 14 വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ വരുന്നതോടുകൂടി അവിടെയും ഒരു ബാങ്കിങ് സെക്ടറിൻ്റെ ഒരു രീതിയിൽ എങ്ങനെയാണ് ഗ്രോത്ത് എന്നുള്ളൊരു ഒരു ക്ലാരിറ്റിയും കൂടെ കിട്ടും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പിന്നെ ഓഗസ്റ്റ് 14 ഒരു ഡേറ്റയും കൂടെ ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഡേറ്റ. അപ്പോൾ ഇത്രയും ഡേറ്റാസ് ഈ ആഴ്ച മാർക്കറ്റ് ഇട്ട് നോക്കും. അതിൽ ചിലത് US ഡേറ്റയാണ്, ചിലത് ഡൊമസ്റ്റിക് ഡേറ്റയാണ്. ഇത് കൂടുതലും നമ്മുടെ അടുത്ത് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇൻഫ്ലേഷൻ അഥവാ ഇൻട്രസ്റ്റ് റേറ്റ് ഇനി മൂവ് ചെയ്യാൻ പോകുന്നത്, അത് US-ലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എങ്ങനെയാണ് എന്നുള്ള. ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ FIIയുടെ ഫണ്ട് ഫ്ലോ ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് 2900 crore ബൈയിങ് നെറ്റ് ബയേഴ്സ് ആയിരിക്കുന്നു. കൺസിക്യൂട്ടീവ്ലി സെക്കൻഡ് വീക്കാണ്. ഇതിന് മുമ്പത്തെ വീക്ക്, അതായത് കഴിഞ്ഞ വീക്ക് 2900 crore ആണെങ്കിൽ അതിന് മുമ്പേ ഏതാണ്ട് 5950 crore ബൈയിങ് നടന്നു. അപ്പോൾ ലാസ്റ്റ് 2 വീക്കും FII ഫണ്ട് ഫ്ലോ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. എന്നാൽ FY26 ജാനുവരി മുതൽ ഇന്നേ വരയ്ക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ടു ദ ട്യൂൺ ഓഫ് 3.4 lakh crore. അത്രയും അവർ സെല്ല് ചെയ്തു എന്നാണ്. ലാസ്റ്റ് വീക്ക് ഞാൻ DI ഡേറ്റ നോക്കി. DI ഡേറ്റ നോക്കുമ്പോഴും നെറ്റ് ബയേഴ്സ് ആയിരുന്നു. 7776 കോടിക്കാണ് അവർ ബൈ ചെയ്തത്. അവർ സോ ഫാർ 2026 തുടങ്ങിയതിന് ശേഷം ഇതുവരെ ഏതാണ്ട് 5.13 lakh crore അവർ ബയേഴ്സ് ആയിരുന്നു FII സെല്ലേഴ്സ് ആയപ്പോൾ. ഇപ്പോൾ മനസ്സിലായില്ലേ FIIയുടെ സെല്ലിംഗ് അബ്സോർബ് ചെയ്തു പോയി. FIIs 2026 ഏതാണ്ട് 3.48 lakh crore സെല്ല് ചെയ്തപ്പം ഇക്വലൻ്റ് ആയിട്ട് ഇപ്പുറത്ത് ബയേഴ്സ് ഉണ്ടായിരുന്നു. അത് മ്യൂച്വൽ ഫണ്ട്സ് ആയിരുന്നു. അവരുടെ ബൈയിങ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5.13 lakh crore. മ്യൂച്വൽ ഫണ്ട്സ് ഉൾപ്പെടുന്ന ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബൈയിങ് ആയിരുന്നു എന്നുള്ളത്. ഞാനൊന്ന് നമ്മുടെ ഇവിടുന്ന് USD INR പെയറിൻ്റെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് നോക്കി. ഏതാണ്ട് 95.178 rupees പെർ ഡോളറിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള. അതായത് FII ഫ്ലോ വന്നതോടുകൂടി റുപ്പി കുറച്ചൊന്ന് സ്ട്രെങ്തൻ ചെയ്തു എന്നുള്ള. അതായത് ഡോളർ 3 വീക്കായി റുപ്പി ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്തു. അത് മാത്രമല്ല ഗ്ലോബലി തന്നെ ഡോളർ ചെറിയൊരു വീക്കാണ്. കാര്യം ഡോളർ ഇൻഡെക്സ് നോക്കാൻ നേരത്ത് 99.54 ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ഇതിൽ നിന്നുള്ള ഇമ്പാക്റ്റ് എന്താ? ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കുറയുകയും ഇന്ത്യയിലേക്ക് കൂടുതൽ FII മണിയും വരികയും ഇന്ത്യയിൽ നിന്നുള്ള FII സെല്ലിംഗ് കുറയുകയും കൂടെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഇവിടെ റുപ്പി സ്ട്രെങ്തൻ ചെയ്യും, ഡോളർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്രീഷിയേറ്റ് ചെയ്യും. ദിസ് ഈസ് ബോഡിങ് വെൽ ഫോർ ഇന്ത്യാസ് എന്താ പറയുക ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ഇന്ത്യയുടെ കറൻസി, ഇന്ത്യയുടെ എക്കണോമി, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഗ്ലോബൽ ക്യൂ നമുക്ക് റീഡ് ചെയ്യുക എന്നുള്ള. ഇനി ഓയിൽ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഏതാണ്ട് $84 to $85 പെർ ബാരലിൽ, WTI US ക്രൂഡ് ഏതാണ്ട് $78 to $79 പെർ ബാരൽ എന്നുള്ളതാണ്. അപ്പോൾ US ക്രൂഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ $78, $79 പെർ ബാരലിന് താഴെയാണ് നിൽക്കുന്നത്. അത് US-ന് ഒരുപാട് കംഫർട്ടബിൾ. ഈ WTI ടെക്സാസ് ക്രൂഡ് നമ്മൾ പറയുന്നത് കൂടുതലും US-ൻ്റെ വിലയെ നിശ്ചയിക്കുന്ന ആ ക്രൂഡിൻ്റെ പ്രൈസാണ്. അത് $80 താഴെ നിൽക്കുന്നത് എന്നും US-ന് വളരെ ആശ്വാസകരമാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് കൂടുതലും ഈ ബ്രൻഡിൻ്റെ പ്രൈസാണ് വരുന്നത്. അത് 84, 85 എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സുഖകരമല്ല, എന്നാൽ വലിയ പ്രോബ്ലം ഇല്ല. ഒരു 90 ഒക്കെ ക്രോസ് ചെയ്യണമെങ്കിൽ വലിയ പ്രശ്നമാണ്. 80ക്ക് മുകളിൽ നിൽക്കുന്നതും വലിയ സുഖകരമായിട്ടുള്ള കാര്യം. 80ക്ക് താഴെയാണെങ്കിൽ ഐഡിയൽ കണ്ടീഷനാണ് ഇന്ത്യയിൽ. അപ്പോൾ US-ൽ WTI ക്രൂഡ് $80 പെർ ബാരലിന് താഴെ നിൽക്കുന്തോറും US കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ട്രംപിൻ്റെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രംപ് മേജറായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും നാൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞ എന്താ, ഞാനൊരു ഹെവി മിലിറ്ററി ആക്ഷൻ ഇറാനിന് മേൽ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് നിന്നും പെട്ടെന്നൊരു ചാട്ടം, ഒരു പിവട്ടിംഗ് ആണ് നടന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് മിലിറ്ററി ആക്ഷനേക്കാളും കൂടുതൽ എക്കണോമിക് പ്രഷർ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും എക്കണോമിക് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്? അതിന് പല റീസൺസ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ടാവും. ബട്ട് ഈവൻ ദെൻ ട്രംപിനെ കൊണ്ട് എന്തുകൊണ്ടാണ് അത് ചെയ്യിക്കുന്നത്? കാര്യം US-ൽ WTI ക്രൂഡ് $80 പെർ ബാരലിന് താഴെ ആയതുകൊണ്ട് എന്ത് വന്നാലും ഈ പറയുന്ന പോലെ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് ക്ലോസ്ഡ് ആണ്. റെഡ് സീ വഴിയുള്ള ബാബേൽ മന്ദേബ് വഴിയുള്ള സൗദി അറേബ്യയുടെ ക്രൂഡ് ഷിപ്മെൻറ്റ്സും ഹൂതീസ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ടും US-ലെ WTI ക്രൂഡ് $80 പെർ ബാരലിന് മുകളിൽ പോകുന്നില്ല എന്നുള്ള ഫ്യൂച്ചേഴ്സ് പ്രൈസിങ് US-ന് ആശ്വാസകരമായിട്ട് വരുന്നു. അതുമാത്രമല്ല ട്രംപിനെ സംബന്ധിച്ച് ഒരുപാട് പ്രോബ്ലംസ് നാട്ടിലുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമുക്കറിയാലോ, അവരുടെ ഇൻ്റർസെപ്റ്റർ മിസൈൽസായ താഡും പാട്രിയോട്ടിൻ്റെയും ഇൻവെൻട്രി നല്ല രീതിയിൽ കുറഞ്ഞു. അവർക്കറിയാലോ ഈ പറഞ്ഞ പോലെ ചൈനയായിട്ടുള്ള ആ ഒരു ടെൻഷൻ നിലനിൽക്കുമ്പോൾ അവിടേക്ക് അവർക്ക് നല്ലോണം അമ്മ്യൂണിഷൻസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് വെപ്പൺസ് ഇൻവെൻട്രി ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്നുള്ളത്. രണ്ടാമത് US-ൽ ഓയിൽ പ്രൈസസ് ഇപ്പോഴും റീറ്റെയിൽ പ്രൈസസ് വലിയ രീതിയിൽ കൂടിയിട്ടില്ലെങ്കിൽ പോലും ഒരു പക്ഷേ
ഇൻഫ്ലേഷനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കായി. അതുമാത്രമല്ല ചിലപ്പോൾ സെപ്റ്റംബർ വരുന്ന FOMC മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടാവും എന്നുള്ളൊരു സൂചന വന്നു. അതിൻ്റെ സൂചന ബോണ്ട് മാർക്കറ്റ് കാണിക്കുകയും കൂടെ ചെയ്തപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഇനി യുദ്ധം തീർന്നാൽ മതി എന്ന രീതിയിലേക്കൊക്കെ ഒരു രീതിയിലും ഇറാൻ മെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അതായത് ട്രംപ് ഇപ്പോൾ പറയുന്നത് നമ്മൾ ഹാഫ് നെഗോസിയേഷനിലാണ്, ഇറാനായിട്ട് ഫുൾ നെഗോസിയേഷനിൽ ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഖത്തറും പാകിസ്ഥാനും പറയുന്നത് ബാക്ക് ചാനലായിട്ടുള്ള നെഗോസിയേഷൻ ഇപ്പോഴും ആക്റ്റീവാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. ബട്ട് ഇറാൻ പറയുന്നൊരു കാര്യം എന്താ, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഞങ്ങൾ പറയുന്ന കണ്ടീഷൻസ് US പാലിക്കണം. ഒരു വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് പറയുന്നത് എന്താണെന്നറിയോ? വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് പറയണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ട്രംപ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇറാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള വാശിയുണ്ടല്ലോ, ആ എൻറിച്ച്ഡ് യുറേനിയത്തിൻ്റെ കേസ്, അത് മാത്രമല്ല ബാക്കി എല്ലാ പ്രോഗ്രാംസിനും ട്രംപ് ചിലപ്പോൾ 2 സ്റ്റെപ്പ് ബാക്കിലേക്ക് എടുത്തേക്കാം എന്നുകൂടി വാൾ സ്ട്രീറ്റ് ജേർണൽ പറയുന്നുണ്ട്. അതായത് ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ്. ഇതുവരെ വാർ തുടങ്ങിയപ്പം എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നത് US എന്താണ്, ഈ ഇറാനിൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാം കാരണമാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യണത് എന്നുള്ളത്. അത് തന്നെയാണ് ഇസ്രായേലിനും വേണ്ടത്. ഇസ്രായേൽ ഇന്നും സ്റ്റേറ്റഡ് പൊസിഷനിൽ നിന്ന് മാറിയില്ല. ബട്ട് ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ഒരു പിവോട്ട് നടത്തിയിരിക്കുന്നു. വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇറാൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ പ്രോഗ്രാമിൽ ഒന്നും പറയാൻ ചാൻസ് ഇല്ല ട്രംപ്, ഇൻ കേസ് ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇറാൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ ഹെഡ് ഓഫ് ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി മിസ്റ്റർ മുഹമ്മദ് ബാഗേർ സൊൽഗാദ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് വെച്ചാൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഞങ്ങൾ തുറക്കാൻ തയ്യാറാണ്, കുറേ കണ്ടീഷൻസ് US പാലിക്കുകയാണെങ്കിൽ. ഒന്ന് എന്ന് പറയുന്നത് ഇറാൻ ഷിപ്സിന് എഗെയിൻസ്റ്റ് US വച്ചിരിക്കുന്ന ബ്ലോക്കേഡ് നിർത്തണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇറാൻ എഗെയിൻസ്റ്റ് ഉള്ള എല്ലാ സാങ്ഷൻസും മാറ്റണം. മൂന്നാമത്തെ കാര്യം ഇറാൻ്റെ ഓയിലിന് മേൽ വച്ചിരിക്കുന്ന സാങ്ഷൻസും എടുത്ത് കളയണം. 4 ഇറാൻ്റെ ഒരുപാട് അസറ്റ് ഫ്രീസ് ചെയ്തിട്ടുണ്ട് എബ്രോഡുള്ള, അതിനെ അൺഫ്രീസ് ചെയ്യണം. പിന്നെ അവരുടെ അലൈഡ് കൺട്രീസ് ആയിട്ടുള്ള ലെബനൻ, ഇറാഖ്, ഹിസ്ബുള്ള, ഹൂതി ഇവരെ ഒന്നും അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കൺഫർമേഷൻ തരണം. അതുമാത്രമല്ല ഈ വാർ കൊണ്ട് ഇറാനുണ്ടായ ഡാമേജിന് കോമ്പൻസേഷനും കൂടി അമേരിക്ക കൊടുക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അതിൽ ലാസ്റ്റ് ആയിട്ടുള്ള, അതായത് 7ാമത്തുള്ള പോയിൻ്റാണ് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത്. അത് ഇറാൻ പറയണമെന്ന് വെച്ചാൽ US റെക്കഗ്നൈസ് ചെയ്യണം ഇറാൻസ് റൈറ്റ് ഓൺ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഞങ്ങളുടേതാണ് എന്നുള്ളത് US അംഗീകരിച്ച് തരണം. അവിടെ പോകുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രാൻസിറ്റ് ഓഫ് വെസൽസിന് അല്ലെങ്കിൽ എനി പാസേജ് എനി മൂവ്മെൻറ്റിന് ഞങ്ങൾക്കും ഒമാനും അധികാരമുണ്ട്. സ്ട്രെയിറ്റ് ഓഫ് മലാക്ക പോലെ ഞങ്ങൾക്ക് അവിടെ ഒരു ഫീസ് വയ്ക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് US അംഗീകരിച്ച് തരണം. അതുമാത്രമല്ല ഞങ്ങളും ഒമാനും തമ്മിലുള്ള അതിനുള്ളൊരു ധാരണയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വീണ്ടും പറയുകയാണെങ്കിൽ ഇതൊരു 100 പ്രാവശ്യം പറഞ്ഞത് തന്നെയാണ്, സ്റ്റെയിൽമേറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള. ബട്ട് ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് ക്രൂഡ് $84-85 പെർ ബാരൽ ആയെങ്കിലും ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് അതിനകത്തേക്ക് വരുന്നില്ല എന്നുള്ളതും പ്രത്യേകം നമ്മൾ നോക്കണം. ഇനി നമുക്ക് ഈ വാർ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൂതീസ്, അതായത് പോർട്ട് ഓഫ് മോക്ക, അൽ മോക്ക എന്ന് പറഞ്ഞ് യമനിൽ തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പോർട്ടുണ്ട് റെഡ് സീൽ. അതായത് യമനിലെ നമ്മൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് കൺട്രോളിലുള്ള ഒരു പോർട്ടാണ് പോർട്ട് ഓഫ് മോക്ക. അതിലേക്ക് ഹൂതീസ് അറ്റാക്ക് നടത്തി എന്നുള്ളൊരു ഇൻഫർമേഷനാണ് വന്നേക്കുന്നത്. 7 പേര് മരിച്ചു എന്നുള്ളതും വന്നിട്ടുണ്ട്. അതായത് സെവറൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെന്നും അവിടെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള. പിന്നെ ഞായറാഴ്ച ഇന്നലെ ഹൂതി ഒരു ഡ്രോൺ അറ്റാക്ക് സൗദിയുടെ വലിയൊരു ഓയിൽ കമ്പനിയാണല്ലോ ആരാംകോ, ഗ്ലോബലി തന്നെ വലിയൊരു കമ്പനിയാണ്. ആരാംകോൻ്റെ ഫെസിലിറ്റിയിലേക്കും അറ്റാക്ക് ചെയ്തു ഹൂതീസ് എന്നുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നു. നല്ലൊരു ഫയറും അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. സൗദി പറയുന്നു നോ കാഷ്വാലിറ്റീസ് എന്നുള്ള രീതിയിൽ പറയുന്നു എന്നുള്ള. ഹൂതി സ്പോക്സ് പേഴ്സൺ യഹിയ സാരി റെസ്പോൺസിബിലിറ്റി ക്ലെയിമും ചെയ്തിട്ടുണ്ട്. അതായത് അരാംകോയിൽ അറ്റാക്ക് ചെയ്തത് ഞങ്ങളാണ് എന്നും കൂടി എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൺഫേം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ വീണ്ടും അവിടെ ഷിപ്സുകൾ വലിയ രീതിയിൽ പോകുന്നില്ല എന്നുള്ളതാണ്. അഡ്നോക്ക്, അതായത് അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ ഒരു ഓയിൽ ടാങ്കർ ഹിറ്റ് ബൈ എ പ്രൊജക്ടൈൽ, അതായത് ഒരു പ്രൊജക്ടൈൽ ഹിറ്റ് ചെയ്തിരുന്നു ഫ്രം അൺഐഡൻറ്റിഫൈഡ് സോഴ്സസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നുള്ള. ഒരുപാട് തീപിടുത്തം വന്നു, എന്നാൽ കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ല എന്നുള്ള റിപ്പോർട്ടും കൂടി വരുന്നു എന്നുള്ള. ഇതിൽ നിന്ന് നമുക്ക് എന്ത് വായിക്കാം? ഇപ്പോൾ ട്രംപിൻ്റെ പിവേർട്ടും കൂടി വന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ ട്രംപ് ഇനി അധികം ഓപ്ഷൻസ് ഇല്ല എന്നുള്ള രീതിയിലാണ് പല റിപ്പോർട്ട്സും വരുന്നത്. ഇത് നമ്മുടെ റിപ്പോർട്ടല്ല, പല ഡിഫൻസ് എക്സ്പേർട്സും
പല ന്യൂസ് പേപ്പർ ഏജൻസീസും ന്യൂസ് ഏജൻസീസും റിപ്പോർട്ട് ചെയ്യണത് ട്രംപ് ഈസ് റണ്ണിങ് ഔട്ട് ഓഫ് ഓപ്ഷൻസ്. അതായത് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിലെ ബ്ലോക്കേഡ്, റെഡ് സീയിലെ ബാബൽ മന്ദേബിലുള്ള ബ്ലോക്കേഡ് എല്ലാം കൂടി വന്നപ്പോൾ ട്രംപിന് അൺകൺട്രോളബിളായി. അത് മാത്രമല്ല ട്രംപിന് നാട്ടിലുണ്ടാവുന്ന ഇൻഫ്ലേഷൻ്റെ ഇഷ്യൂസ്, ബോണ്ട് ഈൽഡിൻ്റെ ഇഷ്യൂസ്, അതുമല്ല വെപ്പൺസിൻ്റെ ഇൻവെൻട്രിയിൽ വന്ന കുറവുമൊക്കെ ട്രംപിനെ ബാക്കിലിട്ട് നയിക്കുന്നു എന്നുള്ള രീതിയിൽ കുറേ റിപ്പോർട്ട്സ് വരുന്നു. എന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന റിപ്പോർട്ട് എന്താ? ട്രംപ് ഈ പറയുന്ന പോലെ ഇറാൻ വലിയ പ്രോബ്ലത്തിലാണ്, അവർക്ക് എക്കണോമിക്കലായിട്ട് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, അത് ഉള്ളിൽ നിന്ന് തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ 2 ഡിവിഷനാണ് 3 ഡിവിഷനാണ്, അവരിതോടെ തീർന്നു തുടങ്ങും, നാച്ചുറൽ ഡെത്തിലേക്ക് അവർ വരും എന്നുള്ള രീതിയിൽ അവർ പറയുന്നു. അതുമാത്രമല്ല സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിൽ കൈവയ്ക്കാൻ ഇറാനെ സമ്മതിക്കില്ല എന്നും പറയുന്നു. എന്തായാലും നമ്മളിപ്പോൾ നോക്കുമ്പോൾ കൺഫ്യൂഷൻ സ്റ്റിൽ എക്സിസ്റ്റ് എന്നുള്ള. അപ്പം മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ബട്ട് മാർക്കറ്റ് ബിഗാൻ ടു ലിവ് വിത്ത് ഇറ്റ്. അതായത് മാർക്കറ്റ് കുറേ കാര്യങ്ങൾ ഡൈജസ്റ്റ് ചെയ്ത് തുടങ്ങി. അതായത് നമ്മൾ പറയില്ലേ ഈ ക്യാസ് എന്ന് പറയുന്ന ഓപ്ഷനിങ് സിസ്റ്റത്തിനെ ദഹിച്ചു തുടങ്ങി, രണ്ടാമത് ഈ യുദ്ധത്തിനെയും ദഹിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ള. ഞാനൊന്ന് ഫ്രൈഡേയിലേക്ക് US മാർക്കറ്റ് നോക്കിയപ്പോൾ S&P 500 പ്ലസ് 0.62% അപ്പായിരുന്നു, നാസ്ഡാക്ക് 1.3% അപ്പായിരുന്നു, ഡൗ ജോൺസ് പ്ലസ് 0.28% അപ്പായിരുന്നു. അതായത് ലാസ്റ്റ് 17 സെഷൻസിൽ S&P 13 പ്രാവശ്യവും അപ്പായിരുന്നു എന്നുള്ള ഡേറ്റയാണ് വരുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് എടുത്തു പറയാനുണ്ട്. അതായത് US മാർക്കറ്റിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഡേറ്റ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററായിട്ട്, അതായത് വാല്യൂ ഇൻവെസ്റ്റിംഗ് ഫിലോസഫിയുടെ കിങ് ഓഫ് ഒമാഹ, നമ്മുടെ വാറൻ ബഫയെ കുറിച്ച് പറയുമല്ലോ, അദ്ദേഹത്തിൻ്റെ കമ്പനി ബെർക്ക്ഷയർ ഹാത്തവേ ഏതാണ്ട് ഈ Q2, അതായത് സെക്കൻഡ് ക്വാർട്ടർ, അമേരിക്കയിൽ സെക്കൻഡ് ക്വാർട്ടർ, നമുക്കിവിടെ Q1 ആണ്. കാര്യം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് April 1 മുതൽ അടുത്ത കൊല്ലം March 31. അവർക്കല്ല, അവർക്ക് January 1 മുതൽ ഡിസംബറിലേക്ക് വരുന്നുണ്ട്. അവർക്ക് സെക്കൻഡ് ക്വാർട്ടറാണ്. സെക്കൻഡ് ക്വാർട്ടറിൽ വാറൻ ബഫയുടെ ബെർക്ക്ഷയർ ഹാത്തവേ നല്ല രീതിയിൽ ഏതാണ്ട് $19.8 ബില്യൺ ഇക്വിറ്റി ബൈയിങ് അമേരിക്കൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. അതായത് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ $23.5 ബില്യൺ ബൈ ചെയ്തു, ഏതാണ്ട് $3.7 ബില്യൺ സെല് ചെയ്തു. ഇത് രണ്ടും കൂടെ ഡിഫറൻസ് നോക്കുമ്പോൾ ബൈയിങ് ആണ് കൂടുതൽ. അതുകൊണ്ട് നെറ്റ് ബയർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വിശേഷിപ്പിക്കാം. നെറ്റ് ബൈയിങ് ടു ദ ട്യൂൺ ഓഫ് $19.8 ബില്യൺ. ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന സോഴ്സ് ബേസ്ഡ് ഇൻഫർമേഷൻ ഞാൻ ഇന്നും ആ ഡിസ്ക്ലോഷർ എൻ്റെ കൈ കിട്ടിയിട്ടില്ല. ബട്ട് പല സോഴ്സും പറയുന്നത് ബെർക്ക്ഷയർ ഹാത്തവേ ഏതൊക്കെ സ്റ്റോക്കുകളായിരിക്കാം ബൈ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇത് കൺഫേംഡ് അല്ല. ടേക്ക് മീ വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായിടത്തോളം ഏതാണ്ട് $4.5 ബില്യൺ ബെർക്ക്ഷയർ ഹാത്തവേയുടെ തന്നെ സ്റ്റോക്ക് ബൈബാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അൺകൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് എനിക്ക് കിട്ടുന്നത്. അതുമാത്രമല്ല ഈ ഗൂഗിളിൻ്റെ പേരൻറ്റ് കമ്പനിയായ ആൽഫബറ്റിൽ ഏതാണ്ട് $10 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലും പറയുന്നു. അതുമാത്രമല്ല US ഒരു ഹോം ബിൽഡിംഗ്, അതായത് കൺസ്ട്രക്ഷൻ, ഹോം ബിൽഡിംഗ് പ്രോഡക്ട്സ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്, ടെയ്ലർ മോറിസൺ ഹോംസിലും ഏതാണ്ട് $6.8 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നും പറയുന്നു. അൺകൺഫേംഡ് ആയിട്ട് വേറൊരു റിപ്പോർട്ടും കൂടെ പറയുന്നത് ഒരു ജാപ്പനീസ് ട്രേഡിംഗ് കമ്പനിയായ സോട്ടോ സൊഷാസ് എന്ന് പറയുന്ന കമ്പനിയിലും മേടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നതെന്നുള്ള. ബട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള പോയിന്റ് എന്ന് വെച്ചാൽ Q2 വാറൻ ബഫെ മേടിച്ചു എന്ന് പറയുന്ന ന്യൂസ് വളരെ പോസിറ്റീവാണ്. അദ്ദേഹം മേടിച്ച സ്റ്റോക്കുകൾ നോക്കണം. കാര്യം ഇദ്ദേഹം വാല്യൂ ഇൻവെസ്റ്റിംഗ് ഫിലോസഫിയുടെ രാജാവാണ്. അതായത് വാറൻ ബഫയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ സാധനം അതിനെക്കാട്ടിലും ഡിസ്കൗണ്ടിലാണ്. അതായത് വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിന് 100 രൂപയുടെ വാല്യൂ ഉണ്ട് ഈ കമ്പനിയുടെ കോമൺ സ്റ്റോക്കിന്. എന്നാൽ മാർക്കറ്റിൽ ഇത് ട്രേഡ് ചെയ്യുന്നത് 75 രൂപ 80 രൂപ, അതായത് സബ്സ്റ്റാൻഷ്യൽ ഡിസ്കൗണ്ട് ടു ദ ഇൻട്രിൻസിക് വാല്യൂ. അതായത് പല രീതിയിൽ, അതായത് വാറൻ ബഫയുടെ ഏത് രീതിയിലാണ് അദ്ദേഹം സ്റ്റോക്കിനെ വാല്യൂ ചെയ്യണമെന്ന് നമുക്കറിയില്ല. നമുക്ക് അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ആണോ, പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസിലാണോ, അത് അല്ലെങ്കിൽ എൻ്റർപ്രൈസ് വാല്യൂ ടു ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ EV to EBITDA എന്നുള്ള രീതിയിലാണോ, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ആണോ, മാർക്കറ്റ് ക്യാപ് ടു സെയിൽസ് ആണോ, മാർക്കറ്റ് ക്യാപ് ടു ബുക്ക് വാല്യൂ ആണോ, ടൈംസ് ബുക്ക് വാല്യൂ ആണോ, സെയിൽസ് ടു ബുക്ക് വാല്യൂ ആണോ, ഏത് രീതിയിലാണ് വാല്യൂ ചെയ്യണമെന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെതായ പാരാമീറ്റേഴ്സ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ 100 ആണ്. പക്ഷേ എങ്ങനെ കൺസർവേറ്റീവ് ആയിട്ട് 100 രൂപ വില വരേണ്ട ഒരു സ്റ്റോക്കിന് ഇപ്പോൾ 75 രൂപയ്ക്കും 80 രൂപയ്ക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി. അദ്ദേഹം അതുകൊണ്ട്
ഈ സ്റ്റോക്ക് മേടിക്കുന്നതിൻ്റെ പുറകിൽ ഒരു വാല്യൂ ഇൻവെസ്റ്റിംഗ് ഫിലോസഫി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എനിക്ക് പ്രേക്ഷകരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വാറൻ ബഫെ മേടിക്കുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ന്യൂസ് ആണോ? പോസിറ്റീവ് ന്യൂസാണ്. അദ്ദേഹം മേടിക്കുന്ന കമ്പനി നല്ലതായിരിക്കും, നല്ലതാവാനാണ് ചാൻസ്. കാര്യം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ റിസർച്ച് അങ്ങനത്തെ രീതിയിലാണ്. എന്നാൽ പെർഫോം ചെയ്യാത്ത സ്റ്റോക്കുകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ നമ്മൾ അദ്ദേഹം മേടിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ബെർക്ക്ഷയർ ഹാത്തവേ മേടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അദ്ദേഹത്തിൻ്റെ ന്യൂ CEO ഗ്രെഗ് ആബേൽ ആയിരിക്കണം ഒരു പക്ഷേ ഈ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ബെർക്ക്ഷയർ ഹാത്തവേ എന്ന് പറയുന്ന കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിൽ ചെന്ന് മേടിക്കാം. അതിന് മാർക്കറ്റ് ഹൈ ആണോ, മാർക്കറ്റ് ലോ ആണോ, മാർക്കറ്റിലെ വാല്യുവേഷൻസ് ഹൈ ആണോ, വാല്യുവേഷൻസ് ലോ ആണോ, ഏതെങ്കിലും സ്റ്റോക്കിൽ വാല്യുവേഷൻ ഹൈ ആണോ ലോ ആണോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മാർക്കറ്റിൽ റിസ്ക് ഉണ്ടോ, ഇതൊന്നും ബെർക്ക്ഷയർ ഹാത്തവേക്ക് നോക്കേണ്ട കാര്യമില്ല. നോക്കണ്ടോയെന്ന് എനിക്കറിയില്ല, നോക്കേണ്ട കാര്യം യാതൊരു രീതിയില്ല. കാര്യം എന്താണെന്നറിയോ, ബെർക്ക്ഷയർ ഹാത്തവേയുടെ ക്യാഷ് വെപ്പൺ എത്രയെന്നറിയോ, എത്രത്തോളം ക്യാഷ് ബാലൻസ് ഷീറ്റിലുണ്ടെന്നറിയോ? $365 ബില്യൺ. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് $19.8 ബില്യൺ ബൈയാ. $365 ബില്യൺ വെറും 19-20 ബില്യൺ പർച്ചേസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ക്വാണ്ടം എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നുള്ള. അതിൽ നിന്ന് നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, നമ്മൾ ചില ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ വലിയ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ്, നമ്മളിപ്പോൾ രാകേഷ് ചുഞ്ചുൻവാല, സമീർ അറോറ, രാധാകൃഷ്ണൻ ദമാനി, രമേഷ് ദമാനി, അല്ലെങ്കിൽ നിലേഷ് ഷാ, അല്ലെങ്കിൽ നിമിഷ് ഷാ, മധുസൂദൻ കേല, പിന്നെ ഡോളി ഖന്ന, പിന്നെ അങ്ങനെ ഒരുപാട് വിജയ് കേഡിയ, അങ്ങനെ ഒരുപാട് പേരുടെ ബൈയിങ് നമ്മൾ പറയാറുണ്ട്. ഇവർ മേടിച്ചു, അതിൻ്റെ പുറകെ ഞാനും കയറി മേടിച്ചു. ഇതിനെ നമ്മൾ കോട്ട് ടെയിലിംഗ് എന്നാണ് പറഞ്ഞത്. കോട്ട് ടെയിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു ഇൻവെസ്റ്റർ ഏതെങ്കിലും സ്റ്റോക്കിൽ മേടിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലൊന്നും ആലോചിക്കില്ല, ഇവരെ അങ്ങ് ഫോളോ ചെയ്ത് അങ്ങ് മേടിക്കുക എന്നുള്ള. ഈ മോനിഷ് പബ്രായി എന്ന് പറയുന്ന പബ്രായി ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ആ പബ്രായി പറയുന്നത് ഞാൻ ഷെയിംലെസ് ക്ലോണറാണ്. അതായത് ഞാൻ ഒറിജിനൽ ഐഡിയാസ് ഒന്നും ഇട്ടില്ലെങ്കിൽ പോലും ഈ വാറൻ ബഫേയുടെയും പീറ്റർ ലിഞ്ചിൻ്റെയും ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെയും പുറകെ പോയി അവർ മേടിച്ചാൽ ഉടനെ തന്നെ ഞാൻ സ്റ്റോക്ക് മേടിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട്. നല്ല കാര്യം. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ബെർക്ക്ഷയർ ഹാത്തവേ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, $365 ബില്യൺ ചെറിയൊരു പെർസെൻറ്റേജായ $19.5 ബില്യൺ മാത്രമേ ബൈ ചെയ്യുന്നുള്ളൂ എന്നുള്ള. എന്നാൽ നമ്മൾ പോയി മേടിക്കുന്നത് നമ്മുടെ എല്ലാ കാശും ഇട്ടിട്ട് അതൊക്കെ മേടിക്കുക എന്നുള്ള. ഇപ്പോൾ വിജയ് കേഡിയ അല്ലെങ്കിൽ രാകേഷ് ചുഞ്ചുൻവാല, അദ്ദേഹം മരിച്ചുപോയി എങ്കിലും ഞാൻ പറയാം, ഇവരൊക്കെ ഒരു ഷെയർ മേടിക്കുമ്പോൾ അവരുടെ ടോട്ടൽ നെറ്റ്വർത്തിൻ്റെ ചിലപ്പോൾ ഒരു 1%-2% അവർ ഈ പുതിയ മേടിക്കാൻ പോകുന്ന ഒരു കമ്പനി. ഇനി ആ കമ്പനി സക്സസ്ഫുൾ ആയില്ല, 0 ആയാൽ പോലും ഇത് ജസ്റ്റ് അവരുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ വാല്യൂവിൻ്റെ അല്ലെങ്കിൽ നെറ്റ്വർത്തിൻ്റെ 1%-2% ആയതുകൊണ്ട് അവർക്ക് ഒന്നും തന്നെ പോർട്ട്ഫോളിയോയിൽ സംഭവിക്കാൻ പോകുന്നില്ല. മാക്സിമം പോയാൽ 0.1, 0.2, മാക്സിമം 0.5% താഴെ അവർക്കൊരു ഹിറ്റ് പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവുള്ളൂ. ഈ മേടിച്ച സ്റ്റോക്ക് കത്തിപ്പോവാണ്. എന്നാൽ നമുക്കങ്ങനെയല്ല. നമ്മൾ നമ്മുടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പോർട്ട്ഫോളിയോൻ്റെ നെറ്റ്വർത്തിൻ്റെ വലിയൊരു വാല്യൂ കൊണ്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് കത്തിപ്പോയാൽ നമ്മുടെ നെഞ്ച് ഇടിക്കും എന്നുള്ള കാര്യം. അപ്പം നമ്മൾ ആരെങ്കിലും ക്ലോൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പോലെ നമ്മൾ ഫോളോ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അവരുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് അവർ ഇൻവെസ്റ്റ് ചെയ്യണു, അതിൻ്റെ അതേപോലെ നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണു എന്നുള്ളൊരു കണക്കും കൂടി നമ്മൾ വെച്ച് പോകണം. അല്ലാതെ നമ്മുടെ കയ്യിലുള്ള എല്ലാ പൈസയും എടുത്ത് അങ്ങോട്ട് ഇടരുത് എന്നുള്ള. പിന്നെ വാറൻ ബഫയുടെ ബെർക്ക്ഷയറിന് $365 ബില്യൺ ക്യാഷ് ഉണ്ടെന്ന് മാത്രമല്ല, വാറൻ ബഫയുടെ ബെർക്ക്ഷയറിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്താണെന്നും കൂടി മനസ്സിലാക്കണം. അതായത് ബെർക്ക്ഷയർ ഹാത്തവേയുടെ വൺ ഓഫ് ദ ബിസിനസ് ഇൻഷുറൻസ് ആണെന്ന് അറിയാലോ. ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും പ്രീമിയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രീമിയം ഉപയോഗിച്ച് അതിൽ ക്ലെയിം ചെയ്യുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒരുപാട് ഫ്ലോട്ട് വെറുതെ കിടക്കുന്ന കാശ് ഇഷ്ടം വരെയുണ്ട്. അപ്പോൾ വാറൻ ബഫയ്ക്ക് മാർക്കറ്റ് എങ്ങനെയാണെങ്കിലും കയറി നിൽക്കുകയാണെങ്കിലും താഴെ നിൽക്കുകയാണെങ്കിലും ആവറേജ് ചെയ്യാനുള്ള ഒരുപാട് പൈസ അവരുടെ കയ്യിലുണ്ട്. അത് ക്യാഷ് പൈലിലായാലും ശരി അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം വഴിയുള്ള കളക്ഷൻ ആണെങ്കിലും ശരി, അവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള പൈസ, അതായത് മാർക്കറ്റ് എത്ര താഴെ പോയാലും ആവറേജ് ചെയ്ത് താഴേക്ക് വരാനുള്ള കാശ് അവരുടെ കയ്യിലുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് മണി എന്നാണ് പറയുന്നത്. അതായത് മാർക്കറ്റ് ചില സമയത്ത് പറയില്ലേ, മാർക്കറ്റ് ക്യാൻ റിമെയിൻ ഇറാഷണലി ലോങ്കർ
മോർ ദാൻ വൺ ക്യാൻ റിമെയിൻ ലിക്വിഡ്. അതായത് നമ്മളിങ്ങനെ ആവറേജ് ചെയ്ത് നിന്നാലും നമ്മുടെ പൈസ ഒരു സമയം വെച്ച് തീരും. അതിനേക്കാട്ടിലും മാർക്കറ്റിന് വേണമെങ്കിൽ താഴേക്ക് പോകാം. അപ്പോൾ എപ്പോഴും നമുക്ക് ആവറേജ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള. അപ്പോൾ ബർക്ക്ഷയർ ഹാത്തവേയെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ഇപ്പോൾ $20 ബില്യൺ വെച്ചാണ് അവർ ഓരോ ക്വാർട്ടറും ഇടണമെങ്കിൽ എത്ര നാൾക്ക് അവർക്ക് ഏതാണ്ട് ഞാൻ നോക്കുമ്പോൾ 15 പ്രാവശ്യം അവർക്ക് ഇതേപോലെ $20 ബില്യൺ അവർക്ക് ഡിപ്ലോയ് ചെയ്ത് പോകാം. അതുകൊണ്ട് വാറൻ ബഫയുടെ ബർക്ക്ഷയർ ഹാത്തവേ ചെയ്യും പോലെ നമ്മൾ ചാടി ചെയ്യരുത്. അല്ലെങ്കിൽ ബർക്ക്ഷയർ ഹാത്തവേ മേടിക്കുന്നത് പോസിറ്റീവ് ന്യൂസാണോ? പോസിറ്റീവ് ന്യൂസാണ്. അത് കാരണം മാർക്കറ്റ്, പ്രത്യേകിച്ച് US മാർക്കറ്റ് താഴെ വീഴില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ പോകരുത്. അവരും നമ്മളും തമ്മിൽ നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ എപ്പോഴും ആലോചിക്കുക, മാർക്കറ്റിൽ നമ്മൾ കൊണ്ടുവരുന്ന പൈസ നമ്മുടെ ടോട്ടൽ നെറ്റ്വർത്തിൻ്റെ എത്രയാണ് എന്നുള്ളതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള പാഠം മനസ്സിലാക്കി വെച്ച് വേണം നമ്മൾ ഇങ്ങനത്തെ വ്യക്തികളെ അല്ലെങ്കിൽ കമ്പനികളെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ആങ്കർ ഫേമസ് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ പലപ്പോഴായിട്ട് രാകേഷ് ജുൻജുൻവാലയുടെ ചില സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ അദ്ദേഹം ജീവിച്ചു വരുന്ന സമയത്ത് ചില സ്റ്റോക്കുകളൊന്നും വലിയ രീതിയിൽ പെർഫോം ചെയ്തിട്ടില്ല. പലരും അതിനെക്കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്യും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുമ്പോൾ ഈ ടൈറ്റൻ, ക്രിസിൽ, ഇതേപോലെ കരൂർ വൈശ്യ ബാങ്ക്, ഇതൊക്കെ ഒരുപാട് പെർസെൻറ്റേജാണ് അദ്ദേഹം ഹോൾഡ് ചെയ്തിരുന്നത്. അത് വലിയ രീതിയിൽ പെർഫോം ചെയ്തപ്പോൾ അയാളുടെ പോർട്ട്ഫോളിയോയ്ക്ക് വലിയ രീതിയിൽ ഒരു പ്രോബ്ലം ഉണ്ടായില്ല. എന്നാൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ചെറിയ ടോക്കൺ എമൗണ്ട്സ് ആയിരുന്നു മറ്റുള്ള കമ്പനിയിൽ, അതൊക്കെ ചിലത് ഫെയിലായും പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ പുറകെയാണ് പോയതെന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകണം. US ജോബ് ഡേറ്റ വന്നിരുന്നു. അത് ഏതാണ്ട് എക്സ്പെക്റ്റേഷനേക്കാളും എക്സ്പെക്ട് ചെയ്ത ഏതാണ്ട് 83,000 ജോബ്സ് ഇൻക്രീസ് ചെയ്യുമെന്ന് വിചാരിച്ച സ്ഥലത്ത് ഏതാണ്ട് 23,000 ജോബ്സ് ഷ്രിങ്ക് ചെയ്താണ് ഡേറ്റ വന്നത് എന്നുള്ള. അപ്പം മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത പോലെ അല്ല വന്നത്. പക്ഷേ ഇത് ജോബ് ഡേറ്റ കുറഞ്ഞത് മാർക്കറ്റ് പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. കാര്യം മാർക്കറ്റ് ഇപ്പോൾ വിചാരിക്കണം എന്താ, ജോബ്സ് ഡേറ്റ മോശമാണെന്ന് ഞാൻ അർത്ഥം എന്താ, അമേരിക്കൻ എക്കണോമിയുടെ ഗ്രോത്ത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഗ്രോത്ത് ട്രിഗർ ചെയ്യാൻ വേണ്ടി ഒരു പക്ഷേ ഫെഡ് അടുത്തെങ്ങാനും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ ചാൻസ് ഇല്ല, അത് പോസ്റ്റ്പോൺ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിൽ മാർക്കറ്റ് എടുക്കും. കാര്യം ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാന്ന് പറഞ്ഞാൽ US മാർക്കറ്റിന് നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ മാർക്കറ്റ് ചിലപ്പോൾ ഒരു പക്ഷേ പോസിറ്റീവായിട്ട് എടുത്തേക്കാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ജോബ് ഡേറ്റ അതാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യവും പലരും എന്നോട് രാവിലെ തന്നെ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. അതായത് ഒരു ടാരിഫിൻ്റെ കാര്യം അല്ലേ, ഇന്ത്യയും കുറച്ച് രാജ്യങ്ങൾക്ക്, ടോട്ടൽ 5 രാജ്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഒരു ടാരിഫ് വരുന്നു എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. അപ്പോൾ അവരുടെ സംശയം പലരും ചോദിക്കുന്നത് ഈ പറഞ്ഞ പോലെ ടാരിഫ് വന്നു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയാം. 100% ടാരിഫ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത് ടാരിഫ് പ്രാബല്യത്തിലായിട്ടില്ല. പ്രാബല്യത്തിലാവണമെങ്കിൽ ഇനിയും കുറച്ച് പ്രൊസീജിയറും കൂടെ ഉണ്ട്. ഈ ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടിയേ ഈ ബില്ല് സക്സസ്ഫുള്ളായി പാസ്സായി എന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി അഥവാ 30-ാം തീയതിക്കുള്ളിൽ ഇത് പാസ്സായി പോയാൽ തന്നെയും ഇത് US പ്രസിഡന്റിന് റൈറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് ലിവൈ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ട്രംപിൻ്റെ അല്ലെങ്കിൽ US പ്രസിഡൻ്റെ ഡിസ്ക്രിഷനാണ് എന്നുള്ളതും കൂടെ ഞാൻ എടുത്തു പറയുന്നു. അപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യക്ക് മേൽ 100% ടാരിഫ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പല പ്രേക്ഷകരും പേടിച്ചുപോയി. അവരോട് ഞാൻ പറയാനുള്ളത്, ഇപ്പോഴും പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ടില്ല. ബില്ല് പൂർണ്ണമായി ഫുൾ രൂപത്തിൽ പാസ്സാക്കി കിട്ടിയിട്ടില്ല. നമ്മുടെ ഇവിടെ പറയില്ലേ, ലോക്സഭയിലും പാസ്സാക്കണം രാജ്യസഭയിലും പാസ്സാക്കണം എന്ന് പറഞ്ഞ പോലെ ആ ഫോർമാലിറ്റി കഴിഞ്ഞിട്ടില്ല. ഇനി അഥവാ കഴിഞ്ഞ് സക്സസ്ഫുള്ളായി പാസ്സായാൽ തന്നെ ഈ പറയുന്ന പോലെ ട്രംപിന് അധികാരം കൊടുക്കുന്നതേ ഉള്ളൂ, ട്രംപിന് ചെയ്യാതിരിക്കാം എന്നുള്ളതും കൂടെ നമ്മളൊന്ന് മനസ്സിൽ വെക്കണം എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താ, റിപ്പബ്ലിക്കൻസ് മെജോറിറ്റി ആയിട്ടുള്ള സെനറ്റിൽ ഇത് പാസ്സായി. ഏതാണ് ആ ബില്ല് എന്ന് പറയുന്നത്? ലിൻസേ ഒ ഗ്രഹം സാങ്ഷനിങ് റഷ്യ ആൻഡ് ഇറാൻ ആക്ട് ഓഫ് 2026. അതായത് ലിൻസേ ഗ്രഹം എന്ന് പറയുന്ന വ്യക്തി മരിച്ചുപോയി, അദ്ദേഹമാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു ബില്ലാണ്. അതിനെ റിപ്പബ്ലിക്കൻസിന് മെജോറിറ്റി ഉള്ള സെനറ്റിൽ പാസ്സായിരിക്കുന്നത് 86 പേര് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു, 11 പേര് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഇത് പ്രസിഡന്റിന്, US പ്രസിഡന്റിന് 100% വരെ ഈ ടാരിഫ് ലിവൈ ചെയ്യാനുള്ള അധികാരം കൊടുക്കും. ശരിക്കും ഈ ബില്ല് വാട്ടേർഡ് ഡൗൺ വേർഷനാണ്. വാട്ടർ ഡൗൺ വേർഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഡൈല്യൂട്ട് ചെയ്തു ഭയങ്കരമായിട്ട്. ശരിക്കും ഇത് പറഞ്ഞത് ഏതാണ്ട് 500% വരെ എന്നാണ്. അവിടെ നിന്ന് സ്കെയിൽ ഡൗൺ ചെയ്ത് 100 ആക്കി എന്നുള്ള. ആർക്ക് എഗെയിൻസ്റ്റ് ആണ് ടാരിഫ് വെച്ചേക്കുന്നത്? അതായത് ഈ റഷ്യയ്ക്ക്
ഫണ്ട് കൊടുക്കുന്നത്, അതായത് റഷ്യയുടെ വാർ ഫണ്ട് ചെയ്യുന്നത് റഷ്യയുടെ ഓയിലും ഗ്യാസും മേടിക്കുന്ന രാജ്യങ്ങളാണ്. കാര്യം റഷ്യയുടെ ഈ ഓയിലും ഗ്യാസും ഉള്ള ട്രേഡ് നിന്ന് കഴിഞ്ഞാൽ റഷ്യക്ക് പൈസ കിട്ടില്ല. അപ്പോൾ യുക്രൈനായിട്ടുള്ള യുദ്ധം നിർത്താം. അതുമാത്രമല്ല അമേരിക്കയ്ക്ക് എഗെയിൻസ്റ്റ് ചെയ്യുന്ന പല ആക്ടിവിറ്റീസും ഇൻക്ലൂഡിങ് സൈബർ ക്രൈം അല്ലെങ്കിൽ അൺഐഡൻറ്റിഫൈഡ് അറ്റാക്സ് ഒക്കെ നിർത്താൻ റഷ്യക്ക് ഫണ്ട് കൊടുക്കാൻ പാടില്ല. ഫണ്ട് കൊടുക്കുന്നത് ഈ ഓയിൽ സെയിൽസിൽ കൂടെയാണ് ഇവർക്ക് ഫണ്ട് കിട്ടുന്നത്. അത് മെയിൻലി അവിടെ നിന്ന്, അതായത് റഷ്യയുടെ ഓയിൽ ആൻഡ് ഗ്യാസ് മേടിക്കുന്ന ടോപ്പ് 5 രാജ്യങ്ങൾക്ക് മേലിലാണ് ഈ സാങ്ഷൻ പെട്ടെന്ന് വരുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ ആ 5 രാജ്യങ്ങൾക്ക് മാത്രമല്ല, കുറച്ചുകൂടി നമ്മൾ ആ ബില്ല് വായിക്കാൻ നേരത്ത് ഈ 5 രാജ്യങ്ങൾ കൂടാതെ, അതായത് റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ മേടിക്കുന്ന 5 രാജ്യങ്ങൾ കൂടാതെ കുറച്ച് അഡീഷണൽ സാങ്ഷൻസും കൂടെ വരുന്നുണ്ട്. ഒന്നാമത്തെ സാങ്ഷൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മേളിൽ തന്നെയാണ് ഒരു സാങ്ഷൻ വന്നേക്കുന്നത്. രണ്ടാമത് അവിടുത്തെ റഷ്യയിലെ സീനിയർ ആയിട്ടുള്ള പൊളിറ്റിക്കലും മിലിറ്ററി ഹെഡ്സിന് മേളിലും സാങ്ഷൻസ് ഉണ്ട് എന്നുള്ള. പിന്നെ അവിടുത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എനർജി കമ്പനീസിനും ഒക്കെ ഈ പറയുന്ന പോലെ സാങ്ഷൻ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒലിഗാർക്സ് എന്ന് നമ്മൾ റഷ്യയെ പറയുന്നത് റഷ്യയിലെ വലിയ വലിയ ബിഗ് ബിസിനസ് പീപ്പിളാണ്. ബിഗ് ബിസിനസ് പീപ്പിൾ എന്ന് പറയുന്നത് ഒലിഗാർക്സ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനായിട്ട് വലിയ ബന്ധമുള്ള, അതായത് ഈ പുട്ടിൻ്റെ അഡ്മിനിസ്ട്രേഷനായിട്ട് നല്ല ബന്ധമുള്ള വലിയ വലിയ പൈസക്കാർ, ആംസ് ഡീലേഴ്സ്, എനർജി ഡീലേഴ്സിനെയൊക്കെയാണ് നമ്മൾ ഒലിഗാർക്സ് എന്ന് പറയുന്നത്. അവർ വലിയ ഈ റഷ്യൻ ബില്യണേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ പൈസക്കാരാണ്, വലിയ സുഖിമാന്മാരുമാണ്. നമ്മൾ ഈ മൊനാക്കോയിലൊക്കെ കാണുമ്പോഴുള്ള ഈ ഓട്ടോകളൊക്കെ ഇല്ല, ഈ ഓട്ടോകൾ, അതായത് ദുബായ് മറീനയിൽ കാണുന്ന ഇതൊക്കെ പലരുടെയും ഓണേഴ്സ് കംപ്ലീറ്റ് റഷ്യൻ ഒലിഗാർക്സ് ആണ്. അവർക്ക് ഈ യോട്ടോ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർക്ക് മുകളിലും സാങ്ഷൻ വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബില്ലിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് കൂടാതെ തന്നെ ഈ റഷ്യയ്ക്ക് ഓൾറെഡി ഓയിൽ സാങ്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് ചില ഷിപ്പുകളിൽ, അതായത് ഷാഡോ ഫ്ലീറ്റ് എന്ന് പറയും, അതായത് ഈ എന്താ പറയുക, ട്രാൻസ്പോണ്ടേഴ്സൊക്കെ ഓഫ് ചെയ്ത് വെച്ച്, സെൻസേഴ്സൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് സാറ്റലൈറ്റിലെങ്ങും പെടാതെ ഈ ചില ഷിപ്സിൽ ഇവരൊരു ഓയിൽ കച്ചവടം നടത്താറുണ്ട്, ഷാഡോ ഫ്ലീറ്റ് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഷിപ്പുകളിൽ. ആ ഷിപ്പുകൾക്ക് മേലും ഈ ടാരിഫ് ബാധകമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി ഈ ബില്ല് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 30 ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലും കൂടെ പാസ്സായാൽ മാത്രമേ ഇത് പ്രാബല്യത്തിലേക്ക് വരുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ജൂണും ജൂലൈയും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ടോട്ടൽ 88% ക്രൂഡും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന, അതിലേതാണ്ട് 40, 45, 50% പല റിപ്പോർട്ടും പല രീതിയിലാണ് പറയുന്നത്. കെപ്ലറിൻ്റെ ഡേറ്റ അനുസരിച്ച് 40 തൊട്ട് 50% വരെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡിൻ്റെ ഭൂരിഭാഗവും 40 തൊട്ട് 50% റഷ്യൻ ക്രൂഡാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ഡെയിലി 2.7 മില്യൺ ബാരൽസ് ഓഫ് ഓയിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യണത് എന്നുള്ള രീതിയിലാണ് മനസ്സിലാവും. പക്ഷേ ഒരു കാര്യം, നമുക്ക് യുക്രൈൻ റഷ്യ വാർ തുടങ്ങി 2028 ഈ പറയുന്ന പോലെ റഷ്യയുടെ എന്ന് നമ്മൾ മേടിച്ചു തുടങ്ങിയത്. നമ്മൾ അതുവരെ റഷ്യയായിട്ടുള്ള വലിയൊരു പർച്ചേസ് എഗ്രിമെൻ്റ് ഒന്നുമില്ല. പക്ഷേ റഷ്യയ്ക്ക് എന്ന കാശ് ആവശ്യമുള്ളതുകൊണ്ട് വലിയ രീതിയിൽ എനിക്കൊന്ന് $10 പെർ ബാരൽ, $15 പെർ ബാരൽ, $20 പെർ ബാരലിൻ്റെയൊക്കെ വരെ ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത് എന്നുള്ളത്. അപ്പം നമുക്ക് റഷ്യൻ ഓയിൽ മേടിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടായിരുന്നു എന്നുള്ള. എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് വലിയ ഡിസ്കൗണ്ട് ഒന്നുമില്ല. മാക്സിമം പോയാൽ $2, $3 ഡിസ്കൗണ്ടൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇനി മേടിക്കണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലൊന്നും ഇമ്പാക്റ്റ് വരില്ല. നമ്മൾ ഏതാണ്ട് 41 മുതൽ 43 രാജ്യത്തിൽ നിന്ന് വരെ നമ്മൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസും ബ്ലോക്ക്ഡ് ആണ്. റെഡ് സീ വഴിയുള്ള കാര്യം സൗദിയുടെ നമ്മളിപ്പോൾ നന്നായിട്ട് മേടിക്കുന്നത്. റെഡ് സീയിൽ ബാബേൽ മന്ദേബിൻ്റെ ആ സ്ട്രെയിറ്റിലും യമനിലെ ഹൂതീസ് ബ്ലോക്ക് ചെയ്ത കാരണം ചെറിയൊരു ടൈറ്റ്നസ് ഉണ്ട്. എങ്കിലും ഇന്ത്യക്ക് വലിയ പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിയിലാണ് ഓയിൽ എക്സ്പേർട്സ് പറയുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് ഇവർ വച്ചേക്കുന്നത്? 5 രാജ്യങ്ങൾക്കാണ്. ഇന്ത്യ, ചൈന, സ്ലോവാക്യ, ഹംഗറി, അസർബൈജാൻ പോലെയുള്ള രാജ്യങ്ങളാണ് ഇവരിത് വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് ഒരു കാര്യം. പിന്നെ ഇത് എന്താണ് ത്രെട്ട്? ഇതിൽ ത്രെട്ട് എന്ന് വെച്ചാൽ സപ്പോസ് ഇനി ഇപ്പോൾ ഇന്ത്യ പറയുകയാണ് റഷ്യയുടെ കയ്യിൽ നിന്നും മേടിക്കുന്നില്ല. കാര്യം നമ്മുടെ ഈ ടാരിഫ് ഒരു പ്രശ്നമായിട്ട് വരണം. ആദ്യം ബില്ല് പാസ്സാവണം. പാസ്സായാൽ തന്നെ ടാരിഫ് കാരണം ഞങ്ങൾ മേടിക്കുന്നില്ല എന്ന് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം പറ്റുമെന്ന് വെച്ചാൽ ലോകത്തിലെ ക്രൂഡിൻ്റെ വലിയ വലിയ കൺസ്യൂമർ എന്ന് പറയുന്നത് ചൈനയും ഇന്ത്യയാണ്. ഈ ചൈനയും ഇന്ത്യയും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് റഷ്യയിൽ നിന്നുള്ള ഓയിലാണ്. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഓയിൽ മാർക്കറ്റിൽ വലിയ പ്രഷർ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പോൾ റഷ്യയിൽ നിന്നും ചൈനയും ഇന്ത്യയും മേടിക്കുന്നില്ല എന്നൊരു ഡിസിഷൻ എടുത്തു എന്ന് വെച്ചോളൂ. ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഇവർ എവിടെ നിന്ന് മേടിക്കണം?
ഇവരൊന്നില്ലെങ്കിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴിയുള്ളതിലും മേടിക്കണം, അല്ലെങ്കിൽ റെഡ് സീ വഴി മേടിക്കണം. ഇത് രണ്ടും ചോക്ഡാണ്. അപ്പോൾ ബാക്കി പുറത്ത് കിടക്കുന്ന ഓയിൽ മാത്രമേ ചൈനയ്ക്കും ഇന്ത്യക്കും മേടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത് ഈ യുദ്ധം കാരണം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലെ ചോക്കിംഗ്, രണ്ടാമത് റെഡ് സീ ബാബേൽ മന്ദേബിലെ ചോക്കിംഗ്, ഇത് കൂടാതെ പല ഫെസിലിറ്റീസും സൗദി ആരാംകോൻ്റെ അല്ലെങ്കിൽ ഖത്തറിൻ്റെ UAE-ൻ്റെ ഒക്കെ റിഫൈനറീസ് അല്ലെങ്കിൽ ഈ ഓയിൽ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള അസറ്റ്സിൽ അടി വന്നുകൊണ്ട് യുദ്ധം മിലിറ്ററി അറ്റാക്ക് വന്നുകൊണ്ട് കുറേയൊക്കെ ഡിസ്പ്ലേസ്ഡ് ആണ്. അപ്പോൾ സപ്ലൈ കുറവാണ്. ഈ സപ്ലൈ കുറവായിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യ പോലെയുള്ള മേജർ പർച്ചേസർ റെസ്റ്റ് ഓഫ് ദ ഓയിൽ നിന്ന് പർച്ചേസ് തുടങ്ങുകയാണെങ്കിൽ ക്രൂഡ് മാർക്കറ്റിൽ വലിയ പ്രഷറായി ക്രൂഡിൻ്റെ പ്രൈസ് കയറിയേക്കാം. ചൈനയെ വലിയ രീതിയിൽ ബാധിക്കും തോന്നില്ല. കാര്യം ചൈനയെ സംബന്ധിച്ച് ഈ റഷ്യയും ഇറാനും നേരിട്ട് സപ്ലൈ ചെയ്യാനുള്ള മാർഗങ്ങൾ വേറെയാണ്. നമ്മളാണ് ഈ സീ റൂട്ട് വഴി ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ റഷ്യയ്ക്ക് അങ്ങനെയല്ല. റഷ്യയ്ക്ക് ഈ പറയുന്ന പോലെ ഇറാനും റഷ്യയ്ക്കും ചൈനയിലേക്ക് ഈ റോഡ് മാർഗം, റെയിൽ മാർഗം, പൈപ്പ് ലൈൻ മാർഗവും ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചൈനയെക്കാളും ബുദ്ധിമുട്ടുന്നത് ഇന്ത്യയാണ്. ബട്ട് ഇന്ത്യ ഈസ് എ സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമർ ഓഫ് ഓയിൽ ഇൻ ദ വേൾഡ് ആഫ്റ്റർ ചൈന എന്നുള്ള രീതിയിൽ ഇത് ചിലപ്പം എന്താ പറയുക ക്രൂഡ് മാർക്കറ്റിനെ പ്രഷറൈസ് ചെയ്യുക. എന്നാൽ ക്രൂഡ് മാർക്കറ്റിലേക്ക് ഞാൻ നോക്കുമ്പോൾ വലിയ രീതിയിലൊന്നും ഈ സാങ്ഷൻ ന്യൂസ് കേട്ടിട്ട് ചാടിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം മേ ബി മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇത് പാസ്സാക്കാൻ ചാൻസ് ഇല്ല. ഇനി പാസ്സാക്കിയാൽ തന്നെ ട്രംപ് ഇത് ചെയ്യില്ല എന്നുള്ള രീതിയിലേക്ക് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ പോകുന്നത് എന്നുള്ള. ഇനിയിപ്പോൾ ഈ ബില്ലിൽ 5 പേർക്ക് എഗെയിൻസ്റ്റും റഷ്യയുടെ പല അസറ്റുകളിലേക്കും ഇൻഡിവിജ്വലിലേക്കും പറഞ്ഞല്ലോ. ഇത് കൂടാതെ ആർക്കൊക്കെ എക്സംഷൻ കൊടുത്തിരിക്കുന്നു. റഷ്യയിൽ നിന്നും ഓയിൽ ആൻഡ് ഗ്യാസ് ഇമ്പോർട്ട് ചെയ്യുന്നത് ടോട്ടൽ 15% താഴെയുള്ള രാജ്യങ്ങളെ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. നമ്മൾ നോക്കുമ്പോൾ ആ ലിസ്റ്റ് എന്ന് പറയുന്നത് ഫ്രാൻസ്, ബെൽജിയം, സ്പെയിൻ, നെതർലൻഡ്സ്, ഇറ്റലി, ഗ്രീസ്, ഓസ്ട്രിയ, പോളണ്ട്, സ്ലൊവേനിയ, റൊമേനിയ, ബൾഗേരിയ, ഈ കുറേ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ നിന്ന് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നു. അതായത് അവരെ എക്സംപ്റ്റ് ചെയ്യാനായിരിക്കണം ഒരു പക്ഷേ ഈ 15 എന്ന് പറഞ്ഞ് ഈ ആ ഒരു സീലിംഗ് വെച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇന്ത്യയുടെ ഈ ടാരിഫ് വരികയാണെങ്കിൽ അഫക്റ്റ് ചെയ്യാവുന്ന സെക്ടേഴ്സ് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോമൊബൈൽസ്, ഓട്ടോ കമ്പോണൻസ്, ടെക്സ്റ്റൈൽ, ഗാർമെൻറ്റ്സ്, അതുകൂടാതെ ഷ്രിമ്പ്, സീ ഫുഡ് എക്സ്പോർട്സ്, ജെംസ് ആൻഡ് ജ്വല്ലറി, ലെതർ ഗുഡ്സ് ഒക്കെയാണ് മെയിൻലി ഇതിനെ ടച്ച് ചെയ്തേക്കുന്നത്. ഫാർമക്കാർ കൺഫ്യൂസ്ഡ് ആണ്. കാര്യം ഫാർമയ്ക്ക് മേൽ വേറൊരു ടാരിഫ് ട്രംപ് വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും ക്ലാരിറ്റി ഇല്ല എന്നുള്ള എനിക്ക് തോന്നുന്നു. ഇന്ത്യ ഈ കാര്യങ്ങളൊക്കെ US ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും. ബട്ട് ഇതൊക്കെ ഇന്ത്യക്ക് മേൾ ഒരു ഗെയിൻ US-ന് കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബട്ട് ഇൻ ടോട്ടോ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ US-ലേക്കുള്ള ഏതാണ്ട് $30 to $40 billion ആയിരിക്കും ഒരു പക്ഷേ അഫക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മേ ബി അറൗണ്ട് 0.2 to 0.5% ഓഫ് ഇന്ത്യാസ് GDP. വലിയ രീതിയിൽ ഈ എഫക്റ്റ് ഇല്ല. ബട്ട് ഇൻഡിവിജ്വലി ഈ കമ്പനികൾക്ക് ചിലപ്പോൾ ഒരു പ്രശ്നമുണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ്. ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു, ഒരു മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെൻറ്റ് 3-4 രാജ്യങ്ങൾ കയറി ചെയ്തു. ഏതൊക്കെ? ടർക്കി, സൗദി അറേബ്യ, പാകിസ്ഥാനും കൂടെ ചേർന്ന് ഒരു പുതിയ ടൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് അറ്റാക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കും എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. ആ അലയൻസ് ഒന്നും കൂടി ബ്രോഡൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാവുന്നത് ഈജിപ്റ്റും കൂടി അതിനകത്ത് ജോയിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈജിപ്റ്റ്, ടർക്കി, സൗദി, പാകിസ്ഥാൻ്റെ കൂടെ കൂടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കണം. ടർക്കി എന്ന് പറഞ്ഞാൽ ലോകത്ത് മിലിറ്ററി ശക്തികളിൽ എനിക്ക് തോന്നുന്നു ഒരു 9ാമതായിരിക്കണം. ഇറാൻ 13 ആയിരിക്കണം. പല ഡേറ്റ പലതാണ് പറയുന്നത്. ഈജിപ്റ്റ് 14 ആയിരിക്കണം. അപ്പോൾ ഇവർ 3 പേരും വലിയ ശക്തി തന്നെയാണ് എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ഇന്ത്യ 4th ലാർജസ്റ്റ് ആണ്. ആഫ്റ്റർ US, റഷ്യ, ചൈന നമ്മൾ 4th ആണെന്നും കൂടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് ഈ ചൈനയും US-ഉം തമ്മിൽ ട്രേഡ് വാർ എന്നൊക്കെയാണ് നമ്മുടെ അടുത്ത് ലോകത്ത് പഠിപ്പിച്ചു വെച്ചെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. ചൈനാസ് എക്സ്പോർട്ട് ടു US, അതായത് ജൂലൈ മാസത്തെ ഫിഗറാണ് പറയുന്നത്. ചൈന US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് 17% ഗ്രോ ചെയ്തിരിക്കുന്നു. ചൈന US-ൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തത് 15% ഗ്രോ ചെയ്തിരിക്കുന്നു. അതായത് ഇപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ? ചൈന നല്ല രീതിയിൽ US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. US-ൽ നിന്നും ഇമ്പോർട്ടും കൂടെ ചെയ്യുന്നുണ്ട്. സാധാരണ ഈ ചൈനീസ് ഡേറ്റ സൂചിപ്പിക്കുന്നത് എന്താ പറയുക? ചൈന കൂടുതൽ സാധനങ്ങൾ US-ലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ക്രിസ്മസ് സെയിൽസ് വരുമല്ലോ US-ൽ, അതിന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട് ലോഡിംഗ് ആണ് ചൈന ചെയ്യുന്നത്. അതായത് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോഴേ വന്നു. നമ്മൾ പറയില്ലേ ഇവിടെ ബ്രോഡ്വേയിലാണല്ലോ നമ്മുടെ ക്രിസ്മസിന് സാധനങ്ങൾ വരുന്നത്. ഇന്നേ ബ്രോഡ്വേക്കാർ മേടിച്ച് വയ്ക്കുന്നു എന്ന് പറയും പോലെയാണ് അവിടെ നടക്കുന്നതെന്നുള്ള. പക്ഷേ ഇത് കാരണം ഒരു പ്രശ്നം പറ്റി. മേജർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽസ് ആയ കൊളംബോയും സിംഗപ്പൂരും ഒക്കെ ചോക്ഡാണ്. കാര്യം വെസൽസ് കിട്ടാനില്ല.
കണ്ടെയ്നേഴ്സ് കിട്ടാനില്ല, ഫീഡർ വെസലൊന്നും കിട്ടാനില്ല എന്നുള്ള രീതിയിലാണ്. ഫ്രൈറ്റ് റേറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു എന്നുള്ള, അതായത് 40 ഫൂട്ട് കണ്ടെയ്നറിൻ്റെയൊക്കെ റേറ്റ് ഭയങ്കര രീതിയിൽ ഉദിച്ചു. ഏതാണ്ട് ഇയർ ഓൺ ഇയർ 133% ഉദിച്ചു എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പം $, $5,894 ആണ് ഈ പറയുന്ന പോലെ 40 ഫൂട്ട് കണ്ടെയ്നറിൻ്റെ റേറ്റ്. അതായത് ടാരിഫ്, അതായത് ഈ ഷിപ്പിൻ്റെ ടാരിഫ് ഉണ്ടല്ലോ, ഈ ഫ്രൈറ്റിൻ്റെ ടാരിഫ് ഏതാണ്ട് 106% ഇൻക്രീസ് ചെയ്തു. $, 7,893. അതായത് നമ്മൾ ലോകത്ത് ഈ AI-യുടെ ചിപ്സും മെമ്മറി ചിപ്സും മാത്രമൊന്നുമല്ല, ലാസ്റ്റ് ഒരു കൊല്ലം ഷിപ്പിങ്ങിൻ്റെ ടാരിഫ്, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ്, വാർ റിസ്ക് പ്രീമിയം ഒക്കെ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കമ്പനികൾ ബെനിഫിറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ GE ഷിപ്പിംഗ് ആണ് നമ്മുടെ ഇവിടുത്തെ ഈ ഷിപ്പിംഗ് ലൈൻസ് വലുതായിട്ട് ചെയ്യണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, എങ്കിലും GE ഷിപ്പിംഗ് ആണ് പ്രൈവറ്റ് കമ്പനി. ഇതൊരു അഡ്വൈസോ സോളിസിറ്റേഷനോ റെക്കമെൻഡേഷനോ അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത്. ഇനി ഒരു കാര്യം മാത്രം, ഒരു ഡേറ്റ കൂടെ ഞാൻ പറയാം. 2026 തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് ടൈം IT സെക്ടറിൽ FIIs ബൈ ചെയ്ത് തുടങ്ങി എന്നുള്ള ഡീറ്റെയിൽസാണ്. അതായത് ഓരോ സെക്ടറിലും ഈ പറയുന്ന പോലെ ജൂലൈ 2026 വന്ന ഫണ്ട് ഫ്ലോ ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ് ഇൻഫ്ലോ, അതായത് പോസിറ്റീവായിട്ട് ഇൻഫ്ലോ വന്ന സെക്ടർ കൺസ്യൂമർ ഡ്യൂറബിൾസ് 7,342 crores ഇൻഫ്ലോ, ഹെൽത്ത് കെയർ 7,755 crore ഇൻഫ്ലോ, IT 3,358 crores ഇൻഫ്ലോ, കൺസ്യൂമർ സർവീസസ് 10,200 crores ഇൻഫ്ലോ വന്നിട്ടുണ്ട്. എന്നാൽ ചില സെക്ടേഴ്സിൽ FI ജൂലൈ മാസം നന്നായിട്ട് സെല്ല് ചെയ്തു. അത് ഏതൊക്കെ സെക്ടറാണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ക്യാപിറ്റൽ ഗുഡ്സിൽ 6,275 crore ഔട്ട്ഫ്ലോ, ടെലികമ്മ്യൂണിക്കേഷനിൽ 5,725 crore ഔട്ട്ഫ്ലോ, ഓട്ടോ ആൻഡ് ഓട്ടോ കമ്പോണൻസിൽ 4,564 ഔട്ട്ഫ്ലോ, ഫിനാൻഷ്യൽ സർവീസിൽ 1,199 crores ഔട്ട്ഫ്ലോ, പവർ സെക്ടറിൽ 2,863 crores ഔട്ട്ഫ്ലോ. ഇത്രയും ഔട്ട്ഫ്ലോ മറ്റേ കമ്പനിയിൽ ഇൻഫ്ലോസ് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ പ്രൗഡായിട്ടുള്ള ഒരു കാര്യം. ഇന്ത്യൻ ഓട്ടോ മേക്കേഴ്സിനെ സംബന്ധിച്ച് എസ്പെഷ്യലി ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ കമ്പനികൾക്ക് വളരെ പ്രൗഡായിട്ടുള്ളൊരു ഡേറ്റ, ഇന്ത്യൻസിന് പ്രൗഡായിട്ടുള്ള ഡേറ്റാസ് വന്നു. അതായത് ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾസ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് ഏതൊക്കെ കമ്പനികളുടെ ആണെന്നറിയോ, അല്ലെങ്കിൽ ഏത് രാജ്യത്തിൻ്റെ ആണെന്നറിയോ? ടോപ്പ് 2 എന്ന് പറയുന്നത് ടാറ്റയും മഹീന്ദ്രയും ആണ് എന്നുള്ളത്. ടെസ്ല അല്ല, BYD അല്ല. അതായത് ടോപ്പ് 25 ഓട്ടോ മേക്കേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലോവസ്റ്റ് എനർജി കൺസംഷൻ പെർ കിലോമീറ്റർ വരുന്ന മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് ടാറ്റ മോട്ടോഴ്സിൻ്റെയും മഹീന്ദ്രയുടെ ആണ് എന്നുള്ളതാണ് ലോകത്ത്. ടാറ്റ മോട്ടോഴ്സ് ഫസ്റ്റ്, മഹീന്ദ്ര സെക്കൻഡ്, പിന്നെയാണ് ടെസ്ല, പിന്നെയാണ് BYD, മാസ്ഡ, ടയോട്ട, BMW, ഹോണ്ട, ജനറൽ മോട്ടോഴ്സ്, SAIC ചൈന, ചാങ്കാൻ ചൈന, സുസുക്കി, വോക്സ്വാഗൻ, നിസാൻ, പിന്നെ ഗീലി മോട്ടോഴ്സ് ചൈന, ഷെറി മോട്ടോഴ്സ് ചൈന, ഹ്യുണ്ടായി കിയ, മെർസിഡീസ് ബ്രെൻസ്, ഗ്രേറ്റ് വാൾ മോട്ടോർ ചൈന, ഫോർഡ്, റെനോൾട്ട്, സ്റ്റെല്ലാൻസ്. ഈ രീതിയിലാണ് ലിസ്റ്റ് വന്നേക്കുന്നത് എന്നുള്ള ഇതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കണം. അതുകൊണ്ട് ഇന്ത്യൻ ഓട്ടോ ഈസ് മേക്കിംഗ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ EV സെയിൽസ്. അത് മാത്രമല്ല യൂറോപ്പിലേക്കും ഡേറ്റ കാണിക്കുന്നത് 4 വീലർ ഡേറ്റ ആണെങ്കിലും ശരി, 2 വീലർ ഡേറ്റ ആണെങ്കിലും ശരി, ഇന്ത്യൻ ഓട്ടോമൊബൈൽസ് ആർ ഓൺ എ സ്ട്രോങ് ഫൂട്ടിങ്. അപ്പോൾ ഓട്ടോ ആൻഡ് ഓട്ടോ കമ്പോണൻസ് എന്ന് പറയുന്നത് ഗ്ലോബൽ സെയിൽസിൽ, ഗ്ലോബൽ ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നു EVയിൽ എന്നുള്ളത്. പല കാര്യങ്ങളും ഇതിന് റോ മെറ്റീരിയൽ ചൈനയിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ അറിയാമെങ്കിൽ പോലും BYDയുടെ എഫിഷ്യൻസിയും ടെസ്ലയുടെ എഫിഷ്യൻസിയും ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്രയും ബീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫാബുലസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ സെക്ടറിന് ഇപ്പോൾ ഒരു ഹെഡ് വിൻഡ് ഉള്ളത് ഈ ടാരിഫ് 100% ടാരിഫ് വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഓട്ടോമൊബൈലും ഓട്ടോ കമ്പോണൻസും ഇൻക്ലൂഡഡ് ആയിരിക്കും എന്നുള്ളൊരു ന്യൂസ് ആയിരിക്കാം എന്നുള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കണം. ഞാൻ സ്പോട്ട്ലൈറ്റിലൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഈ പറയുന്ന പോലെ നമുക്കൊന്ന് വെയിറ്റ് ആൻഡ് വാച്ച് മോഡാണ്. മാർക്കറ്റ് കൺസോൾഡേറ്റിംഗ് ആയിട്ടുള്ളൊരു മൂടി തന്നെയാണ്, എന്നാലൊരു പോസിറ്റീവ് ബയസ് ഉണ്ട്. ഇത്രയും ഡേറ്റാസ് ഈ ആഴ്ച വരാനുണ്ട് എന്നുള്ളത് നമ്മൾ സൂക്ഷിക്കണം. CPI ഡേറ്റ, പിന്നെ ജോബ്സ് ഡേറ്റ യു എസിലെ തന്നെ ഇൻഫ്ലേഷൻ ഡേറ്റ ഒക്കെ വരുന്നു, ഇന്ത്യയിലെ CPI ഡേറ്റയും വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ US റീറ്റെയിൽ സെയിൽസ് ഡേറ്റയും വരുന്നുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന പോലെ ഡേറ്റാസ് ഈ ആഴ്ച വരുന്നുണ്ട്. അതായിരിക്കാം ഒരു പക്ഷേ ഇൻഫ്ലേഷനെയും
പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് യു എസിലെയും എങ്ങനെ ഗൈഡ് ചെയ്യണമെന്നുള്ള ഇത് വരിക. അതിനനുസരിച്ച് ലോകത്ത് ഫണ്ട് ഫ്ലോ എങ്ങനെ മൂവ് ചെയ്യും, അതിനനുസരിച്ച് ഓരോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുള്ള ഒരു ക്യാവിറ്റും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റി വലിയ രീതിയിൽ മൂവ് ചെയ്തില്ലെങ്കിലും ബ്രോഡർ മാർക്കറ്റിലും ഇൻഡിവിജ്വൽ സ്റ്റോക്സിലും നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നടന്നു. യു എസ് മാർക്കറ്റിലും നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നടന്നു. ഒന്ന് കോഷ്യസ് ആയിട്ട് പോവുക എന്ന് പറഞ്ഞ് ക്യാഷിലേക്ക് പോവുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്, സെല് ചെയ്യാനും ഉദ്ദേശിച്ചിട്ടില്ല. നല്ല രീതിയിലൊരു ഫ്രോത്തും ഓവർ വാല്യൂഷനും പല സ്റ്റോക്സിലും വന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ആഴ്ച പോകുമ്പോൾ. ആൻഡ് ഐ വിഷ് യു എ ഗ്രേറ്റ് വീക്ക് അഹെഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഓവർ ടു യു നിഖിൽ. അതായത് ഇപ്പോൾ യു എസിൽ നിന്ന് വരുന്ന ഡാറ്റയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒന്നിച്ച് വായിക്കേണ്ട ഒരു ഡാറ്റയാണ്. അതായത് ഈ ആഴ്ചത്തെ ഒരു കണക്കുകൾ എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് വരുന്നത് CPI, കോർ CPI, PPI അങ്ങനെ ഇൻഫ്ലേഷൻ സൈഡ് ഡേറ്റയാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ച വന്നിരുന്ന ഡേറ്റ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് എംപ്ലോയ്മെൻറ്റ് സൈഡായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പ്രൈവറ്റ് പേറോൾ ഡേറ്റ ആയാലും മറ്റ് കണ്ടിന്യൂയിങ് ജോബ്ലെസ്, ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്, ആ രീതിയിലുള്ള എംപ്ലോയ്മെൻറ്റ് ഡേറ്റയായിരുന്നു. അതിലുണ്ടാകിയ ഒരു വീക്ക്നെസ് നിലവിൽ ഇപ്പോൾ വരാൻ വേണ്ടിയിട്ട് പോകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു കണക്കുകളും തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെയായിരിക്കും? അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതിൽ വിപണികൾക്ക് പോസിറ്റീവ് ആകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയ്മെൻറ്റ് കണക്ക് നെഗറ്റീവായിട്ട് വന്നു. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഇൻഫ്ലേഷൻ കണക്ക് ഒന്ന് താഴുകയാണെങ്കിൽ ഒരു റേറ്റ് ഹൈക്കിനുള്ളൊരു സാധ്യത മുഴുവനായിട്ട് തന്നെ മാറും. വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു റേറ്റ് കട്ടിലേക്ക് തന്നെ പോകും എന്നുള്ള രീതിയിലേക്ക് വരും. എങ്ങനെയായിരിക്കും ഈ ഒരു ഡേറ്റയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ നിലവിൽ? ഓൺ എ നോർമൽ കണ്ടീഷൻ നിഖിൽ പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് എടുക്കാം, കറക്റ്റാണ്. അതായത് ഇപ്പോൾ 2 ഡേറ്റ ആയിരിക്കും യു എസ് മാർക്കറ്റ് ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതായത് നമ്മൾ ലോകത്തിനെ സംബന്ധിച്ച് എല്ലാ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ്സിനെയും ഡ്രൈവ് ചെയ്യുന്നത് യു എസിൽ നിന്നുള്ള ലിക്വിഡിറ്റിയാണ്. അപ്പോൾ യു എസിലെ ഇൻഫ്ലേഷൻ, ബോണ്ട് മാർക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഗ്ലോബൽ ഫണ്ട് ഫ്ലോനെ എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം, അതിൻ്റെ ഇമ്പാക്റ്റ്. അവിടെ ഒരു ഓൺ എ ഗിവൺ ഡേ, ഓൺ എൻ ഐഡിയൽ ഡേ 2 ഡേറ്റാസാണ്. ജോബ് ഡേറ്റ മോശമാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം യു എസ് എക്കണോമിക്ക് പ്രോബ്ലം ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് റീഡിംഗ് വരുന്നു എന്നുള്ളത് ഒന്ന്. പിന്നെ രണ്ടാമത് ഈ പറയുന്ന പോലെ ഇൻഫ്ലേഷനും കൂടെ കുറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടാവില്ല എന്നുള്ള നിഗമനത്തിലേക്ക് ഒരു പക്ഷേ മാർക്കറ്റ് എത്തിയേക്കാം ഓൺ ആൻ ഐഡിയൽ ഗിവൺ ഡേ. ബട്ട് ഇവിടെയുള്ള നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇൻഫ്ലേഷൻ ഇനി കൂടിയെന്ന് വെച്ചോളൂ. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ഈ ടാരിഫിൻ്റെ കാര്യം തന്നെ ഇന്ത്യയായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് വയ്ക്കുക. ഈ 5 രാജ്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ എവിടെയാണ് അടിക്കാൻ പോകുന്നത്? ഇന്ത്യയിലല്ല. ഇന്ത്യൻ കമ്പനികൾ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് മേലിലാണ് ഈ ടാരിഫ് വരാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ടാരിഫ്, ഓയിൽ പ്രൈസ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചേർന്ന് ബോണ്ട് ഈൽഡിനെ പ്രഷറൈസ് ചെയ്തിട്ട് അവിടെ ഒരു ഇൻഫ്ലേഷൻ്റെ സാധ്യത വന്നാലും ഈ കെവിൻ വാർഷ് എന്ത് സംസാരം പുറത്തോട്ട് പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല യു എസിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടാവുന്നു. കാര്യം നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ ഈ എന്താ പറയുക AI ഇൻഫ്രയുടെ ട്രേഡ് കംപ്ലീറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതിൽ പറഞ്ഞത് എന്താ, ഏതാണ്ട് $5 ട്രില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് യു എസിൽ AI കാരണം വരുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു, അല്ലേ? ഈ ഹൈപ്പർ സ്കെയിലേഴ്സ് മാത്രം ഡേറ്റാ സെൻറ്റേഴ്സ് ഇടുന്നതോ $70 ബില്യൺ. അതായത് ചുരുക്കം പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റീഡിംഗ് എന്താ, യു എസ് എക്കണോമിയുടെ ലയൺസ് ഷെയർ ഭൂരിഭാഗവും ഈ AI ക്യാപെക്സ് കൊണ്ടുണ്ടാവുന്ന ഗ്രോത്താണ് എന്നുള്ള ഡേറ്റ നമ്മൾ പറഞ്ഞു. അതായത് മറ്റുള്ള ഈ പറയുന്ന പോലെ ക്യാപിറ്റൽ ഗുഡ്സ് ആയാലും ശരി, ഓയിൽ ആൻഡ് ഗ്യാസ് ആയാലും ശരി, റീറ്റെയിൽ ആയാലും ശരി, റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും ശരി, ഈ സെക്ടറിൽ നിന്നൊന്നും വലിയ കോൺട്രിബ്യൂഷൻ അമേരിക്കൻ എക്കണോമിക്ക് വരുന്നില്ല. അമേരിക്കൻ എക്കണോമിക്കും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിനും ഇൻക്രിമെൻ്റൽ ആയിട്ടുള്ള ഗ്രോത്ത് കിട്ടുന്നത് ഈ AI നടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സും AI നടക്കുന്ന ട്രേഡാണ് എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് എടുത്തു പറയാം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനി ഈ എല്ലാ ഹൈപ്പർ സ്കെയിലേഴ്സും അല്ലെങ്കിൽ വലിയ വലിയ AI ടെക് കമ്പനികളെല്ലാം കൂടെ ചേർന്ന് ഇൻവെസ്റ്റ് ചെയ്യണത് എത്രയാണ്? $2.5 ട്രില്യൺ to $5 ട്രില്യൺ ആണ്. ഇത് 2028-2030 വരെ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഒരു പക്ഷേ അമേരിക്കൻ എക്കണോമിയെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യണം. ഈ കടം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ബോണ്ട് വഴി റേസ് ചെയ്തതാണ്. ബാങ്കിൽ നിന്നും ഇക്വിറ്റി റേസ് ചെയ്തതിനെക്കാട്ടിലും ബാങ്കിൽ നിന്ന് ലോൺ റേസ് ചെയ്തതിനെക്കാട്ടിലും അവർ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടാണ് ഈ പറയുന്ന പോലെ പൈസ റേസ് ചെയ്തിരിക്കുന്നത്. എവിടെയെങ്കിലും വെച്ച് അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ട്രേഡ് ഒരു പാക്ക് ഓഫ് കാർഡ്സ് പോലെ തകർന്നു വീണേക്കാം. ഏത് ട്രേഡ്? ഈ ബോണ്ട് വഴി റേസ് ചെയ്ത് മുന്നോട്ട് പോയ സാരം. ഒരു പക്ഷേ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എല്ലാ ബബിളും പ്രിക്ക് ചെയ്യുന്ന 2 വേരിയബിൾസ് ആയിരിക്കുമുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ബബിളും എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറകെ പോയി ഉണ്ടാക്കുന്ന ഒരു തീം.
അത് .com ബബിൾ ആയിക്കോട്ടെ, ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിക്കോട്ടെ, ടെലികോം ബബിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്രിട്ടനിൽ വന്ന റെയിൽ റോഡ് ബബിൾ ആയിക്കോട്ടെ, ഇതെല്ലാം വന്നിരിക്കുന്നത് എന്താ? വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് കടമെടുത്ത് ചെയ്തുകൊണ്ടാണ്. എന്നാൽ അത് പൊട്ടണമെങ്കിൽ, ആ ബലൂൺ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ 2 പിന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു പിന്നെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക്, 2 എന്ന് പറയുന്നത് ചീപ്പായിട്ടുള്ള പ്രോഡക്ട്സ് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ഇറക്കുകയാണെങ്കിൽ, അവിടെ ചൈന ഒരു ത്രട്ടായിട്ട് തന്നെ നിൽക്കുന്നു, മുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കും ഒരു കാരണമായി വരികയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് റേറ്റിനെ അമേരിക്ക തന്നെ കൂട്ടിയാൽ അമേരിക്കൻ എക്കണോമിയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധകമായിട്ട് വരുന്നത്. അതുകൊണ്ട് ട്രംപ് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ അത്രയും നാൾ കെവിൻ വാർഷാണ് ഈ പറയുന്ന പോലെ ഫെഡിൻ്റെ ചെയർ ഓക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ പറയുന്ന പോലെ എന്താ പറയുക, ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കായിട്ട് മുന്നോട്ട് പോകില്ല എന്നത്. ഇപ്പോൾ ഈ ആഴ്ചയോടുകൂടി ട്രംപിൻ്റെ വാക്കുകൾ എന്താ? ഞങ്ങളിനി മിലിറ്ററി ആക്ഷൻ ഇല്ല, ഇനി എക്കണോമിക് പ്രഷറാണെന്ന് പറഞ്ഞതൊക്കെ ഇതിൻ്റെ ഒരു പോയിൻ്റർ തന്നെയാണ്. അതായത് ആ ഇൻഫ്ലേഷൻ്റെ അല്ലെങ്കിൽ ബോണ്ട് ഈൽഡിൻ്റെ അല്ലെങ്കിൽ ഈ പറയാൻ പോകുന്ന ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷനെ ഒന്ന് കുറയ്ക്കാനായിരിക്കും ഈ ഫെഡും ട്രംപും. അപ്പോൾ ഈ പറയുന്ന പോലെ ഡേറ്റ എന്ന് പറയുന്നത് ഇറലവൻ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ച് ദേ നീഡ് ടു പമ്പ് ദിസ് ഫ്യൂവൽ, അതായത് ഈ ഡെപ്റ്റ് ബോണ്ട് വഴി എടുക്കുക എന്നുള്ളത് പമ്പ് ചെയ്ത് മുകളിലോട്ട് കാണണം. കാര്യം അത് പൊട്ടിയാൽ US എക്കണോമിക്കും US മാർക്കറ്റിനും പ്രോബ്ലം ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, അവിടെ ഏതെങ്കിലും ഒരു ദിവസം AI ടെക് സ്റ്റോക്സ് താഴെ വരുമ്പം ഇവിടെ ഇക്വലൻ്റ് ആയിട്ട് എമർജിങ് മാർക്കറ്റിൽ എസ്പെഷ്യലി ഇന്ത്യയിലെ IT സ്റ്റോക്കുകളിലേക്ക് ബൈയിങ് വരുന്ന ഒരു AI ട്രേഡും കൂടെ നമ്മൾ കാണുന്നുണ്ടെന്നാണ്. നമ്മളെ സംബന്ധിച്ച് അമേരിക്ക പൊട്ടുന്നതാണ് നല്ലത്. ബട്ട് ഈവൻ ദെൻ അതോടുകൂടി ഇന്ത്യൻ മാർക്കറ്റ് കയറുന്നില്ല. കാര്യം ഗ്ലോബൽ ലിക്വിഡിറ്റിയെ ഡ്രൈവ് ചെയ്യണ പൈസ കംപ്ലീറ്റ് US നിന്നാണ് വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഡേറ്റാസ് ഇറലവൻ്റ് ആണ്. റീഡ് ചെയ്ത് നമുക്ക് പറയേണ്ടത് നമ്മുടെ ഓബ്ലിഗേഷനും ഡ്യൂട്ടി ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ അമേരിക്ക കനോട്ട് അഫോർഡ് ടു ഹാവ് എ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എന്ന് ക്ലാരിറ്റിയോടുകൂടി തന്നെ നമുക്ക് പറയാം. എന്തായാലും ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് തന്നെയാണ് പുരോഗമിക്കുന്നത്. ഗ്ലോബലി വരുന്ന ക്യൂസൊക്കെ തന്നെ ഒരു അൺസർട്ടൈൻ ആയിട്ട് നിൽക്കുന്നതും ക്രൂഡിൻ്റെ പ്രൈസൊക്കെ തന്നെ മുൻപുണ്ടായിരുന്ന ലെവലിൽ നിന്നൊക്കെ തന്നെ മുകളിലോട്ട് പോയതൊക്കെ തന്നെ വിപണിക്ക് അത്ര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം എന്തായാലും നൽകുന്നില്ല എന്ന് തന്നെയാണ് ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാനുള്ളത്. എന്നാൽ മികച്ച പാദഫലങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്ന മികച്ച റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അപ്ഡേഷൻസ് വരുന്ന ഓഹരികളിലൊക്കെ തന്നെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം ഉണ്ടാകുന്നു. ടൈറ്റൻ ആണെങ്കിലും ഹീറോ മോട്ടോകോപ്പ് ആണെങ്കിലും ഒക്കെ തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇന്നത്തെ ഒരു ട്രേഡിങ്ങിലും നിലനിൽക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇന്നത്തെ ഓപ്പണിംഗ് ഹൗസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ഓഹരിയെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസും ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ ഏതൊരു നിക്ഷേപ തീരുമാനവും സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ സഹായത്തിലും ശിക്ഷണത്തിലും മാത്രം നടപ്പാക്കുക. ഓപ്പണിംഗ് ഹൗസിൻ്റെ പുതിയൊരു സെഷനുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Opening hours with MyFin. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ MyFin TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.